വരാഞ്ഞത് അവിടെ എന്തേങ്ങടെ ശിക്ഷ കാണാഞ്ഞത് ഇപ്പതാ അവിടെ വേറെയും ചിലതൊക്കെ നടന്നിട്ടുണ്ടല്ലോ. എന്താണ് ഞാൻ പറയേണ്ടതില്ല, ഞങ്ങൾ കണ്ടോരാണ്, കേട്ടോരാണ്, അനുഭവിച്ചോരാണ്. എന്നിട്ട് എന്തേ റബ്ബൊന്നും ശിക്ഷ കൊടുക്കാത്തത്? ഇസ്രയേലില്ലതാ, ഇസ്രയേൽ കടന്നിയെന്ന് പാവപ്പെട്ട ഫലസ്തീനില് 25,000 ഫലസ്തീനികളെ ബോംബിട്ട് കൊന്നിട്ട് 15,000 കുട്ടികളെ കൊന്ന് കശാപ്പ് നടത്തിയിട്ട് 10,000 പെണ്ണുങ്ങളെ കൊന്നുകളഞ്ഞിട്ട് എന്തേ നിങ്ങളുടെ റബ്ബ് അവിടെ മൗനം വീക്ഷിക്കുന്നത്? എന്തേ റബ്ബിന്റെ ശിക്ഷ വരാത്തത്? അതുകൊണ്ട് അള്ളണ്ടോ മൊയ്ലിയേരേ? ഒരു ചോദ്യമാണ് ഇപ്പൊ എന്നോടൊന്ന് ചോദിച്ചതാ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവൻ നിരീശ്വരവാദിയാണ്, അവൻ അള്ളയും റസൂലൊന്നുമില്ല, അവൻ ഭൗതികവാദിയാണ്. നിങ്ങൾക്ക് അങ്ങനെ അള്ളുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമ്പോ നിങ്ങളുടെ അള്ള ഇനി എപ്പോഴാ അള്ളുണ്ടാവുക? ഇനി എപ്പോഴാ അള്ള വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ സത്യത്തിൽ അള്ള ഇല്ലേ? അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്താണെന്നും അള്ളാഹു ആരാണെന്നും അള്ളാഹു എപ്പോഴാണ് അവന്റെ ശിക്ഷ ഇറക്കാന്നൊക്കെ ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പഴയ കാലത്തും അമ്പിയാക്കളുടെ ജനതകൾക്ക് വലിയ പരീക്ഷണങ്ങൾ വന്നപ്പോ അക്കാലത്തെ ജനങ്ങളും ചോദിച്ചിട്ടുണ്ട് ആ നബിമാരോട്, ഇനി എപ്പോഴാണ് അള്ളാന്റെ ശിക്ഷ വരിക? ഇത് എങ്ങനെയൊക്കെ ആയിട്ട് എന്താ ശിക്ഷ വരാത്തത്? സുബ്ഹാനല്ലാഹ്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളെ എടുത്ത് തകിടം മറിച്ചത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുമ്പ് ഇങ്ങനത്തെ ചോദ്യം വന്നിട്ടുണ്ട്. അവസാനം ഒന്നാകെ തകിടം മറിച്ച് കൊട്ടിക്കളഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ജനങ്ങള് പള്ളിയിലോട്ട് പോവാതെ മീൻ പിടിക്കാൻ പോയി. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലഖദ് അലിംതുമുൽ ലദീന അത്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. ആ കാലത്തുള്ള ജുമുഅ ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസം പള്ളി പോകാതെ മീൻ പിടിക്കാൻ പോയി ധിക്കാരം ചെയ്ത ജനതയെ അള്ളൊരൊറ്റ വാക്കേ പറഞ്ഞു, കൂനു ഖിറദതൻ ഖാസിഈൻ, നിങ്ങളൊക്കെ കുരങ്ങന്മാരായി പോടോ എന്ന് പറഞ്ഞു. ആ ജനത മുഴുവൻ കുരങ്ങനായി മാറപ്പെട്ടു പോയി. അങ്ങനെ കുരങ്ങനായി മാറിയിട്ട് പിന്നീട് അവരൊക്കെ മരണപ്പെട്ടു പോയി. അങ്ങനത്തെ സംഭവവും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നടന്നതായി പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ അദാബ് എപ്പോഴാ വരിക? സുഹൃത്തുക്കളെ, അത് വരുമ്പോ പിന്നെ അപ്പോഴും അത് അദാബാണെന്ന്. ഇപ്പൊ കൊറോണ വന്നു, അതും അള്ളാന്റെ ഒരു അദാബ് തന്നെയല്ലേ? നമ്മളൊക്കെ മറന്ന് ഇപ്പൊ ആരും വേണ്ട. കൊറോണ വന്നപ്പോ യാ നഫ്സി എന്റെ തടിയെന്ന് എല്ലാവരും ചിന്തിച്ചില്ലേ? ഒരു നേരം തൊട്ടടുത്ത വീട്ടിൽ കൊറോണ പിടിച്ച് മരിച്ചോനെ കാണാൻ പറ്റണില്ല. മരിച്ചോന്റെ മയ്യത്തും നമ്മളും തമ്മിൽ 6 അടി അപ്പുറത്ത് നിൽക്കണം. മാസ്ക് ധരിക്കണം, ഗ്ലൗസ് ഇടണം, മറ്റേ ഡ്രസ് ഇടണം, എന്നിട്ടല്ലേ നടക്കാൻ പാടുള്ളൂ. കണ്ടെയ്ൻമെന്റ് സോൺ, ക്രിട്ടിക്കൽ സോൺ, അടച്ചുപൂട്ടപ്പെട്ടു. ലോകം മുഴുവൻ ലക്ഷങ്ങൾ പടഞ്ഞു മരിച്ചു. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ കോവിഡ്-19. 2019 ഈ സംഭവം. 2021 വരെ താണ്ഡവമാടി ഈ ലോകത്ത് കൊറോണ. എവിടുന്ന് വന്നു? ആരുണ്ടാക്കി? എങ്ങനെ വന്നു? എവിടേക്ക് പോയി? ചൈനയിലെ വുഹാൻ എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് പൊന്തിയ കൊറോണയുടെ പോസിറ്റീവ് വൈറസുകൾ ഒരു വൈറസാണ്, ബാക്ടീരിയ അല്ല, ഒരു വൈറസ്. വൈറസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു സാധനം. വെള്ളം തട്ടിയ, ചൂടുള്ള വെള്ളം തട്ടിയാൽ അല്ലെങ്കിൽ സോപ്പിട്ടിട്ടത് കയ്യാക്കിയ മൂപ്പര് ചത്തു. ഇത്രയല്ലോ ആയി സാധനം. ആ സോപ്പിട്ട് കയ്യാക്കിയ ചത്തുപോണ സാധനമായ ഒരു വൈറസ് ആദ്യ ലോകത്തിലുള്ള ലക്ഷക്കണക്കായ ജനങ്ങളെ കൊന്നൊടുക്കിയെങ്കിൽ അള്ളാഹു പറഞ്ഞു, കാബം പൊളിക്കാൻ വേണ്ടി വന്നവനിക്ക് അള്ള പറഞ്ഞയച്ചതാരാ? അബാബീലാണ്. അക്രമം കാണിച്ചപ്പോ അള്ള പറഞ്ഞയച്ചത് കൊറോണ വൈറസിനെ അള്ള പറഞ്ഞയച്ചതന്നെ. കാരണം ചിലപ്പോ മനുഷ്യന്മാരൊക്കെ ഉണ്ടാക്കിയതാവും ആവട്ടെ, പക്ഷെ കാരണം എന്തോ ആവട്ടെ, അതിന്റെ യഥാർത്ഥ്യം എന്താണ്, അതിന്റെ മെറിറ്റ് എന്താണ്? എന്നിട്ടും അതിന്റെ ശേഷം ഇവിടെ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ കേരളത്തിൽ തന്നെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലേ? ഭയങ്കര ഒരു പ്രളയം. അല്ലാ, ജാതിയില്ല, മതമില്ല, വർഗീയതയില്ല, എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഒരു വീട്ടിൽ ഒന്നിച്ച് കിടന്നുറങ്ങി. അവന്റെ തുണി ഇവൻ അലക്കി കൊടുക്കണു, ഇവന്റെ തുണി അവൻ അലക്കണു.
അങ്ങനെ വെള്ളമൊക്കെ ഉണ്ട് ഇറങ്ങി ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ ആ തനി സ്വഭാവം പുറത്തെടുത്തു. ഞാനാടാ ഞാനാരടാ. ഇപ്പൊ അങ്ങനൊരു പ്രളയം നടന്നത് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ അദാബ് എപ്പോഴാ വരികയെന്നോ? അള്ളാഹു അദാബ് അറക്കണില്ലേ? ഇനിയും കൂടുതൽ കഠിനമായ പരീക്ഷണങ്ങൾ റബ്ബ് തരും. അർഹമുർ-റഹീമായ റബ്ബ് ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കണം. അല്ലല്ല, അങ്ങനെ ചിലർക്ക് ഒരു ധാരണ ഉണ്ട്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ മുളങ്ങളെടുത്ത് ഇഞ്ചി കുത്താൻ വേണ്ടി ഇങ്ങനെ ഇരിക്കാൻ, ഇങ്ങോട്ട് വാടപ്പ കാണിച്ചാരട അങ്ങനെയല്ല. അള്ളാഹു ഗഫൂറുർ റഹീമ, അള്ളാഹു റഊഫുർ റഹീമ, അല്ലാഹു റഹ്മാനുർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ചൊല്ലുമ്പോൾ പറഞ്ഞില്ലേ, വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവർക്കും അനുഗ്രഹം ചെയ്യുന്നത് റബ്ബാൻ കേട്ടോ. അതുകൊണ്ട് അല്ലാഹു ഗഫൂറുർ റഹീമാണ്, റഹ്മാനുർ റഹീമുമാണ്. അല്ലാഹു സ്നേഹമാണ്, കഠിനമായി ശിക്ഷിക്കും ചെയ്യും ശിക്ഷിക്കേണ്ടവരെ. പരിധിയുടെ അപ്പുറത്ത് കടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ കഠിനമായ അദാബുകൾ വരിക. അതെപ്പോ വരും, എപ്പോ ഇറക്കും, ഏതു രൂപത്തിൽ, എവിടെ, എങ്ങനെ വരുമെന്ന് അല്ലാഹുവിനല്ലാതെ പറയാൻ പറ്റൂല മോനെ. അതുകൊണ്ട് റബ്ബിന് നേരെ കൊഞ്ഞനം കുത്തണ്ട, റബ്ബിനെ പരിഹസിക്കണ്ട, റബ്ബിനെ നിസാരപ്പെടുത്തണ്ട. കഴിഞ്ഞകാല ജനതകൾക്കൊക്കെ ഇറക്കിയ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിന്ന് ചിലതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അതുകൊണ്ട് പരിശുദ്ധ ദീൻ അല്ലാഹുവിന്റെ ദീനാണ്. ആ ദീന് മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ആ ദീനിന്റെ ആശയങ്ങൾ ഇവിടെ നിലനിൽക്കണം. ആ ദീന് പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അവസാനം യഥാർത്ഥ മുഅ്മിനായി ആഖിബത്ത് നന്നായി മൗത്താകണം. അതിലേക്കുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ ഖൽബിൽ എപ്പോഴും ദീനിനോട് നല്ല ബഹുമാനവും ആദരവും സ്നേഹവും വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടണം. പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു മുഅ്മിനിന്റെ അടയാളം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുക, മഹബ്ബത്ത് ഉണ്ടാവുക നമ്മൾക്ക് കേട്ടോ. അത് നമ്മൾ എപ്പോഴും എൻ്റെ ഉമ്മമാരോട് പ്രത്യേകം പറയാം, ഉപ്പമാരോട് പറയാൻ, കുട്ടികളോട് പറയാൻ. ലോകമിന്ന് ഫിതനയുടെ, ഗീബത്തിന്റെ, ഫസാദിന്റെ, കുത്തിത്തിരിപ്പിന്റെ പിന്നിലാണ് ലോകമുള്ളത്. നമ്മൾ അതിന്റെ ചതിക്കുഴിയിൽ വീണു പോകണ്ട. നമ്മൾ ആ ദുനിയാവിന്റെ ചതിക്കുഴിയിൽ വീണു പോകരുത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കണം. നമ്മളൊരു മുഅ്മിനാണെന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ ഖൽബിലുണ്ടാവണം. നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, നോമ്പുകൾ അധികരിപ്പിക്കണം, സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം, ധാരാളം ഇൽമുകൾ പഠിക്കണം. എത്ര ഇൽമു പഠിച്ചാലും പിന്നെ നമുക്ക് പഠിക്കാൻ കിടക്കുകയാണ്. ദീനിനെ പറ്റി എത്ര പഠിച്ചാലും പിന്നെയുണ്ടാവും. ഖിയാമത്ത് നാൾ വരെ പഠിച്ചാലും തീരാത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇങ്ങനൊരു മതം വേറെ നിങ്ങൾക്ക് ലോകത്ത് കാണാൻ പറ്റൂല. ഉദാഹരണം നിങ്ങൾ നോക്കൂ. ഇപ്പൊ ചിലർക്ക് തോന്നും, അതിപ്പോ എത്ര കാലമായി വയൽ പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞല്ലോ, വയൽ പറയാൻ തുടങ്ങിയിട്ട് ഈ സാധുവായ ഞാൻ 43 കൊല്ലായി. അപ്പൊ ശൈഖുന സുൽത്താനുൽ ഉലമ, നമ്മുടെ കരളിന്റെ കഷ്ണമായ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചങ്കിലെ ചോരയായ സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുര ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്, ഇസ്സത്തിലായി, ഹിമ്മത്തിലായി, റാഹത്തിലായി അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1966 ഞാൻ ജനിക്കുന്നത്. ഉസ്താദ് ദർസ് തുടങ്ങുന്നത് 65 ഞാൻ വായിച്ചത്. ശൈഖുന ഉസ്താദ് ഞാൻ ജനിക്കണേന്റെ 1 കൊല്ലം മുമ്പ് മുദരിസായി. അപ്പൊ അതിന്റെ മുമ്പ് എത്ര കാലം മൂലം എന്ന് പറയുന്നത് ഉസ്താദ്? അല്ലാഹ്, 40 വഅള് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. മഹാന്മാരുടെ പാട്ടുപാടുമ്പോ ചരിത്രം നോക്കുമ്പോ കാണാം, 40 വഅള് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. ശൈഖുന ഉസ്താദ് 90 വയസ്സിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. 4 പതിറ്റാണ്ടല്ല, 5 പതിറ്റാണ്ടിലപ്പുറം വഅള് പറഞ്ഞു. അത്രയിലധികം ദർസ് നടത്തി. 15,000-ഓളം വരുന്ന ശിഷ്യന്മാരെ ഉൽപ്പാദിപ്പിച്ചു. ആയിരക്കണക്കായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഇനിയും വിശ്രമിക്കാതെ ഇന്നലെ കുവൈറ്റിലാണ്, ഇനി നാളെ നമ്മുടെ മംഗലാപുരത്ത് നമ്മുടെ കർണാടക സ്റ്റേറ്റിന്റെ SYSന്റെ സമ്മേളനം നടക്കുകയാണ്. അവിടെ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സമ്മേളനം അല്ലാഹു വലിയ വിജയത്തിലാക്കട്ടെ. ആ
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, അപ്പ അവരൊക്കെ എത്ര വലിയ ത്യാഗമാണ് ചെയ്തത്. നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് അല്ലാഹ് ചോദിക്കും, ഉസ്താദ് നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ ആയുസ് എവിടെ ചെലവഴിച്ചു? നിങ്ങൾക്ക് കിട്ടിയ മുതലെവിടെ കൊടുത്തു? നിങ്ങളുടെ ആയുസ് എവിടെ ചെലവഴിച്ചു? നിങ്ങളുടെ യുവത്വം എവിടെ ചെലവഴിച്ചു? ചെറുപ്പക്കാരാ, റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ യുവത്വം എവിടെ? 965 ദർസ് തുടങ്ങിയ AP ഉസ്താദിന്റെ യുവത്വം ഇൽമിന്റെ പ്രവർത്തനത്തിലാണ്, ദീനിന്റെ പ്രവർത്തനത്തിലാണ്. 90 വയസ്സായിട്ട് രണ്ടാള് കൈപിടിച്ച് നടത്തിക്കൊണ്ടോയി വീൽചെയറിലിരുത്തി ഉന്തിയിട്ടു. കുവൈറ്റിലും മലേഷ്യയിലും UAE-യിലും എല്ലാ നാടുകളിലും ചെന്നിട്ട് ദീനിന്റെ ഖിദ്മയിലാണ്. നാളെ റബ്ബ് നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്തടോ? നിന്റെ യുവത്വം നീ എവിടെ ചെലവഴിച്ചടോ? നിന്റെ മുതൽ എവിടെ നിന്നുണ്ടാക്കി എവിടെ കൊണ്ടുപോയിട്ട് ചെലവഴിച്ചു എന്ന്. ഈ 4 കാര്യത്തിന് ഉത്തരം പറയാതെ ഒരു മൗല്യരായാലും തങ്ങളായാലും ആര്യമായാലും ജാഹിലായാലും യവനായാലും അവന്റെ കാല് മഹ്ശറയിൽ നിന്ന് എടുക്കാൻ റബ്ബ് സമ്മതിക്കൂല. അതിന് എന്തെങ്കിലും ഒരു മറുപടി നമ്മുടെ കയ്യിലുണ്ടോ? നമ്മുടെ കയ്യിൽ ഇതിന് മറുപടി ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഉസ്താദുമാർക്കൊക്കെ പറയാൻ ഒരുപാട് കാര്യമുണ്ട്. മഹത്തുക്കളായ ഔസുല്ലാദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങൾക്ക് പറയാൻ എത്ര കാര്യമാണ്. റിഫായി ശൈഖ് തങ്ങൾക്ക് പറയാൻ എത്ര കാര്യമാണ്. മാലാന ഉറൂസ് ഉണ്ടായിരുന്ന ഖാജ മുഈനുദ്ദീൻ ചിസ്തി സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങൾ ഉപ്പാപ്പാക്ക് പറയാൻ എത്ര കാര്യമാണ്. ഉള്ളാളത്ത് മറപ്പെട്ട് കിടക്കുന്ന മുഹമ്മദ് ഷരീഫുൽ മദനി ഖുത്ബുസ്സമാൻ മഹാനവറുകൾക്ക് പറയാൻ എത്ര കാര്യമാണ്. എന്തൊക്കെയാണ് മഹാന്മാർക്കൊക്കെ പറയാനുള്ളത്, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ. നമുക്ക് എന്താണ് റബ്ബിന്റെ മുമ്പിൽ വെക്കാനുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിനൊക്കെ കണക്ക് കൊടുക്കണം എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ മുതൽ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആയുസ്, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, നമ്മുടെ കാറ്, നമ്മുടെ വീട്, ഈ സൗകര്യം ഒക്കെ പക്ഷേ അതൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിലായ മാർഗത്തിലായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ അതിനൊക്കെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരവാദിയായി കൈകെട്ടി നിന്നുകൊണ്ട് വിയർപ്പിൽ കുളിച്ചുകൊണ്ട് ഒരു കണക്ക് കൊടുക്കേണ്ട ഒരു കോടതി വരുന്നുണ്ട്. ഈ ഭൂമി ലോകത്തെ കോടതിയൊന്നുമല്ല. ഇവിടെയുള്ള കോടതിയിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ നല്ല മിടുക്കനായ ഒരു വക്കീലിനെ വെച്ച് വാദിച്ചിട്ട് ചിലപ്പോൾ ജഡ്ജിനേക്കാൾ കഴിവുള്ള വക്കീലും വരും. അത് ജഡ്ജിക്ക് അറിയുള്ളൂ, വക്കീലിനും അറിയാം. ജഡ്ജിനേക്കാൾ ഇപ്പോൾ ഉസ്താദിനേക്കാൾ കഴിവുള്ള ശിഷ്യന്മാരുണ്ടാവും. ചരിത്രത്തിൽ തന്നെയല്ലേ, ചരിത്രത്തിൽ തന്നെ ഉണ്ടല്ലോ ഉസ്താദിനേക്കാൾ കഴിവുള്ള ശിഷ്യന്മാരുണ്ടായിട്ട്. ഞാനിപ്പോൾ ഇന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചിന്തിച്ചാകും. ഉസ്താദുമാരെക്കാൾ തന്നെ കഴിവുള്ള ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ മഹാലായ സംഭവം ഒന്നല്ല. ജഡ്ജിനേക്കാൾ കഴിവുള്ള വക്കീലുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലൊരു വക്കീലിനെ വെച്ചൊരു 10, 50,000, 1 ലക്ഷം, 10 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, ഒപ്പം 50 ലക്ഷം വരെ ഫീസ് വാടിക്കുന്ന വക്കീലുണ്ട് എന്ന് അടുത്ത സമയത്ത് നമ്മളൊക്കെ കേട്ടതല്ലേ. വക്കീലിന്റെ പേരും ഞാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ വെച്ചാൽ അതിന് പിന്നെ തെളിവ് ഞാൻ കൊടുക്കേണ്ടി വരും. അയാൾ ഇന്റെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എവിടെ നിന്നാണോ മൊയിലിയാരെ തെളിവ്? നിന്റെ കയ്യിൽ തെളിവില്ല. ഈ കേട്ടതും പറഞ്ഞതും ഒക്കെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ മറ്റേ ഇരിക്കുന്നുണ്ട് മദനി ഓൺലൈൻ. ഇതങ്ങോട്ട് പോവുകയാണ്. പണ്ട് നമ്മളിപ്പോ 30 കൊല്ലം മുമ്പ് ഇവിടെ അതിനൊന്ന് പറഞ്ഞാൽ ഇന്നാട്ടിൽ പറയണ വയത് അപ്പുറത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു വയത് പറഞ്ഞ് തീരുമ്പോഴേ ആവും അടുത്ത കമ്മിറ്റിക്കാർ വരെ ഉസ്താദെ മറ്റന്നൊന്ന് അങ്ങോട്ട് വരണം. എവിടെ? ഇതിന്റെ അപ്പുറത്തെ മാലിലാണ്. അപ്പൊ പിന്നെ നാട്ടിൽ പോകില്ല. ആ മറ്റന്ന് ആ വയലാവും. അങ്ങനെ 25 ദിവസമൊക്കെ അടുപ്പിച്ച് മംഗലാപുരത്തും കാസർഗോഡും വയലെന്ന് പറഞ്ഞിട്ടാണ് ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുക. അപ്പൊ എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതിലും നല്ലത് നിങ്ങൾ ഗൾഫിലിരിക്കാനല്ലേ, നിങ്ങൾ പേരിന് നാട്ടിലാണ്, ഇവിടെ മനുഷ്യനുമില്ല, എന്നും കാസർഗോഡും കണ്ണൂരും തന്നെയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റബ്ബിന്റെ കോടതിയിൽ ഒരു വക്കീലിനെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. മാലി ഹാദൽ കിതാബിലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. റബ്ബിന്റെ മുമ്പിലുള്ള കണക്കുകളൊക്കെ വായിക്കുമ്പോൾ ഓരോരുത്തരും പറയാണ്, അല്ലാ ഇതൊക്കെ ഞാൻ ചെയ്തു പോയതാണ്, പക്ഷേ ചെറുതും വലുതുമായ എല്ലാ കാര്യം ഇതിൽ അപ് ടു ഡേറ്റ്, ടൈം ടു ടൈം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. ചിലപ്പോൾ മനുഷ്യൻ പറയും, അല്ലാ ഇത് ഞാൻ വെറുതെ പറയാൻ ഇതിന്റെ മലക്കുകൾ കട്ടെഴുതിയതാണ്, ഇന്നോടുള്ള ദേഷ്യം കൊണ്ട് വൈരാഗ്യം കൊണ്ട് റക്കീബു അത്തീദു അതിൽ എഴുതി ചേർത്തതാണ്, നമ്മൾ അങ്ങനെ പറയും. ആ സമയത്താണ് അല്ല പറയുന്നത്, അങ്ങനെ പറഞ്ഞ വില്ലന്മാരോട് അല്ല പറയുന്ന
ഗ്രന്ഥം അവിടെ വെച്ചോ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ കൈവിരലുകളെ കൊണ്ട് സംസാരിപ്പിക്കപ്പെടും. അവരുടെ വായ്ക്ക് സീല് വെക്കും, വിരല് സംസാരിക്കും. അവരുടെ കാലി സാക്ഷി നിൽക്കും. അവരുടെ അവയവങ്ങൾ എണ്ണി എണ്ണി സാക്ഷി നിന്ന് സംസാരിക്കുന്ന രംഗമുണ്ട്. പിന്നെ എന്ത് എവിഡൻസ് ആണ് റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുവരിക? അതുകൊണ്ട് സുഹൃത്തുക്കളെ, റബ്ബിന്റെ കോടതിയെ സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം. ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിനെ കീഴ്പ്പെടണം, അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് വഴിപ്പെടണം. ധാരാളം ഇബാദത്തുകളിലായി ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ വൈകിപ്പോയ സന്ദർഭത്തിൽ പറയാനുള്ളൂ. അതിന് മഹത്തുക്കളുടെ ജീവിതം പിന്തുടരണം, അല്ലാഹുവിന്റെ ഔലിയാക്കളെ പിന്തുടരണം. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളെ സ്നേഹിക്കണം, ആലിമീങ്ങളെ പ്രിയം വെക്കണം, മുത്തഅല്ലിമീങ്ങളെ പ്രിയം വെക്കണം, സാദാത്യങ്ങളെ പ്രിയം വെക്കണം. അതാണ് ദീൻ. ഇവിടെ രണ്ടാം നില പള്ളിയുടെ പണി വാർപ്പ് കഴിഞ്ഞിട്ട് തേപ്പ് കഴിയാതെയും അടിനേരേക്കാതെയും കട്ടല വെക്കാതെയും വാതിൽ വെക്കാതെയും നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ പള്ളിയിലെ പ്രസിഡന്റിനെ രാവിലെ വന്നപ്പോൾ തന്നെ അദ്ദേഹം സ്വീകരിക്കാൻ മുന്നിൽ വന്നിട്ടുണ്ട്. സാധു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉസ്താദും വന്നു, ഖത്തീബ് ഉസ്താദും കൂടി വന്നിട്ട് പറയാണ് ഇവിടെ ദർസ് തുടങ്ങണമെന്നോ. അപ്പോൾ ഞാൻ പള്ളി കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ ആ റോട്ടിൽ കൂടെ പോയിട്ടുള്ളൂ. ഇപ്പോഴാണ് പള്ളി കണ്ടത്. പടച്ചോൻ ഈ പള്ളിയിലാണോ ദർസ് തുടങ്ങണോ? ഒരു രൂപത്തിലായിട്ടില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ തോന്നി. ആ പ്രസിഡന്റിന് നല്ല ആത്മാർത്ഥത, ആത്മവിശ്വാസം, കോൺഫിഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നല്ല കോൺഫിഡൻസ്. എന്താ കോൺഫിഡൻസ്? ഇവിടെ ദർസ് തുടങ്ങാൻ പറ്റും എന്ന കാര്യം പറഞ്ഞാൽ പിന്നെ ഉറപ്പന്നെയാണ്. ഒരു മനുഷ്യന് വേണ്ടത് ഉറച്ച വിശ്വാസമാണ്. പറ്റും. പരിശ്രമിച്ചാൽ നടക്കാത്തതില്ല. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമാണ്. പരിശ്രമിച്ചാൽ മനുഷ്യൻ എന്തും നേടും. സുബ്ഹാനല്ലാഹ്. ഏത് മാർഗത്തിലായാലും പരിശ്രമിച്ചാൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ദർസ് തുടങ്ങണം. ദർസ് തുടങ്ങിയാലുള്ള ഗുണം എന്താ? മോനെ, ഇപ്പൊ ഞാൻ വാല് പറയുന്ന ഒരു മൊയ്ലിയാരായി. ഞാൻ എവിടുന്ന് പള്ളി ദർസ് നോതി പഠിച്ചു വന്ന ഉസ്താദാണ്. 15ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊരേന്ന് എൻ്റെ ഉമ്മയും ബാപ്പയും ഓതാൻ പോയിക്കൊള്ളാനാ പറഞ്ഞു. എവിടേക്ക് പോകുന്നു എനിക്കും അറിയില്ല, പറഞ്ഞേക്കണം വാപ്പാക്കും അറിയില്ല എവിടെ ദർസ്. ആ മേഖലയായിട്ട് അത്ര ബന്ധമുള്ള ആളൊന്നല്ലായിരുന്നു വാപ്പ. ഒരു സാധു മനുഷ്യനായിരുന്നു. അല്ലാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ, ആമീൻ. അപ്പോ ഞാൻ എൻ്റെ നാട്ടിലൊരു മൊയ്ലിയരുണ്ട് എന്ന് കേട്ടു. എനിക്കും അറിയില്ല. 15ാമത്തെ വയസ്സിൽ എവിടെ ഊഞ്ഞേരി ഞാൻ സ്കൂളിൽ പോണ കാല. ആ മൊയ്ലിയാരെ വീട്ടിൽ പോയിട്ട് ചോദിച്ചു, ഓതാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എവിടെ ദർസുണ്ട് ചോദിച്ചു. ഞങ്ങളുടെ പരിസരത്ത് ഒരു പള്ളിയിലും ദർസില്ല. ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ എവിടെ ഇല്ല. അപ്പോൾ ആ മൊയ്ലിയാർ പറഞ്ഞു, പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ ഒരു ദർസുണ്ട്, ഞാൻ അവിടെ കച്ചവടം ചെയ്യണ മൊയ്ലിയാരാണ്, അടുത്ത വ്യാഴാഴ്ച ഞാൻ അങ്ങോട്ട് പോകും, ഇതിൻ്റെ കൂടെ പോരെ, വണ്ടിയുടെ കാര്യം കാശ് കയ്യിൽ വെച്ചോന്ന് പറഞ്ഞു. വണ്ടിക്കാശ് മുള്ളൂർക്കര എന്ന് പെരുമ്പടപ്പ് പറഞ്ഞാൽ മുള്ളൂർക്കര കിടക്കുന്ന തൃശ്ശൂർ ജില്ലയിലും പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലുമാണ്. പുത്തമ്പള്ളി. അങ്ങനെ വണ്ടിക്കാശ് കയ്യിലില്ല. അന്ന് എത്ര വണ്ടിക്കാശ്? മുള്ളൂർക്കര നിന്ന് പെരുമ്പടപ്പിലേക്ക് 3 ഉറുപ്പ്യ ഉള്ളൂ. 3 ഉറുപ്പ്യ വേണ്ടേ? 44 കൊല്ലം മുമ്പുള്ള കഥയാണ് പറയുന്നത്. 3 ഉറുപ്പ്യക്ക് അന്ന് ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിത. നമ്മുടെ നാട്ടിൽ അന്ന് കൂലിയാകെ 2 ഉറുപ്പ്യ 3 ഉറുപ്പ്യ ഉള്ളത്. 3 ഉറുപ്പ്യ വേണ്ട. ഇന്നത്തെ 1000 ഉറുപ്പ്യൻ്റെ വിലയില്ല. അപ്പോൾ ഇന്ന് മിനിമം കൂലി നമ്മുടെ നാട്ടിലൊക്കെ ടാപ്പ് ടു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന 1000 ഉറുപ്പ്യ മിനിമം കൂലി. അപ്പോൾ അതില്ലാതെ ആത്മ വന്നപ്പോൾ മുസ്ലിംരോട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശില്ല, നിങ്ങൾ തൽക്കാലം ഒന്ന് കടെടുക്കുക വെച്ചു. കടെടുക്കാൻ നമ്മോ പോരെ. അങ്ങനെ എന്നെ ആ മനുഷ്യനാണ് കാശ് കടം മേടിച്ചുകൊണ്ട് പെരുമ്പടപ്പിലെ പുത്തമ്പള്ളിയിലേക്ക് ഓതാൻ കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തു പോകുകയാണ്. അങ്ങനെ അവിടുന്ന് പഠിച്ച് ഓതിപ്പടിച്ച് ഞാൻ പിന്നീട് 2 കൊല്ലം അവിടെ പഠിച്ച് അടുത്ത് പന്നിത്തടം എന്ന് പറഞ്ഞ പള്ളിയിൽ ഓതാൻ വന്നു. അവിടെ വരുമ്പോൾ അന്ന് ഞാൻ ഇത്ര ഉയരണ്ട്, ഇത്ര തടിയില്ലെങ്കിൽ ഉയരൊക്കെ അന്നുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാനന്ന് അൽഫിയ ഫത്തുൽ മീനി ചെറിയ കിതാബ് ഓതുന്നു. ചെറിയ കിതാബൊന്നല്ല കേട്ടോ, അൽഫിയും ഫത്തുൽ മീനും മൊയ്ലിയന്മാരെ ഭാഷയിലെ ചെറിയ കിതാബ്. ഫത്തുഹുൽ മുഈനി കിതാബുൻ ശഅനുഹു അജബു ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തുഹഫയിൽ നിന്നും വലിയ വലിയ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര കിതാബിൽ നിന്നും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മുഖ്തസറാക്കിയ കിതാബാണ് ഫത്തുഹുൽ മുഈൻ.
മൗലിയമാര് പറയുമ്പോൾ പറയും അത് കുറച്ച് പേജുള്ള വെച്ചിട്ട് ബയ്യ പോലെ അല്ലെങ്കിൽ മഹല്ലി പോലെ അല്ലെങ്കിൽ തൊഹഫ പോലെ വലിയ പേജ് കൂടുതലില്ലാത്തത് കൊണ്ട് പറയും അത് ചെറിയ ഇത്താബ് ഇത് വലിയ ഇത്താബ് അങ്ങനെ പറഞ്ഞു പേരിട്ടതാണ്. പേര് പോലെ ചെറിയ പി ഉസ്താദ് വലിയ പി ഉസ്താദ്. ചെറിയ പി ഉസ്താദ് മരിച്ചുപോയി. മരിച്ചപ്പോഴല്ലേ ആരാണ് ചെറിയ പി ഉസ്താദ് എന്ന് എ പി ഉസ്താദ് പറയാണ്. അദ്ദേഹം ചെറിയ പി ഒന്നും അല്ലട്ടോ, വലിയ എപ്പി തന്നെയാണെന്ന് എ പി ഉസ്താദ് പറഞ്ഞ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? അതിന് കാരണം പറഞ്ഞത് ഞാനിവിടെ ഉള്ളപ്പോ എൻ്റെ ശിഷ്യനാണ് എ പി ഉസ്താദ് എ പി മുഹമ്മദ് മുസ്ലിയാർ. അതുകൊണ്ട് ജനങ്ങൾ എന്നെ അദ്ദേഹത്തെ എ പി എന്ന് വിളിക്കുമ്പോ എന്നെ വലിയതും അദ്ദേഹത്തെ ചെറിയതും ആക്കിയതാണ്. അല്ലാതെ കിതാബിലോ ഇൽമിലോ ഒരിക്കലും പറകിലല്ല എ പി മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടത്തോടുകൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാര് മശായിഖന്മാര് ശിഷ്യന്മാരും എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അമീന ഫതുഹുൽ മുഈൻ. അതാ ഞാൻ പന്നിത്തളത്തേക്ക് ചെന്നപ്പോൾ ഓരോ വീട്ടിലാണല്ലോ മുത്താലിമീങ്ങൾക്ക് ചെലവുണ്ടാവുക. ഒക്കെ ക്യാൻറ്റീനൊക്കെ ഇപ്പം അടുത്ത കാലത്തുണ്ടാകാം, അന്നൊന്നും ക്യാൻറ്റീൻ ഇല്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല ക്യാൻറ്റീനൊന്നും. ഓരോ വീട്ടിലാ ചെലവുണ്ടാക്കണ ആള് ആ നാട്ടിലെ മുക്രിക്ക എന്ന് പറയുന്ന മുക്രിയാണ്, മുഅദ്ദിനാണ്. ആ മുക്രിക്കാട് ഞാൻ പറഞ്ഞു എനിക്കൊരു ചെലവ്, ഒരു വീട്ടിൽ 2 നേരം 3 നേരം ചെലവ് വേണം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വലിയ അസറിൻ്റെ ശേഷം നമുക്ക് ഓരോ വീട്ടിലും പോയി ചോദിക്കാൻ തോന്നും. അപ്പോൾ ഈ മുക്രിക്ക എന്നെയും കൂട്ടി ഓരോ വീട്ടിൽ ചെല്ലും. ബെല്ലടിച്ചാൽ ആണുങ്ങളുണ്ടാവില്ല, ഒട്ടുമിക്ക വീടോടെ ഗൾഫുകാരാണ്. ആ പെണ്ണുങ്ങളാ വരിക, നോക്കുക അതാരാ, അത് ഒരു പള്ളിയിൽ ഓതാൻ വന്ന മൊയ്ലിയ കുട്ടിയാണ്. ആ മുക്രിക്ക പറയും ഈ കുട്ടിക്ക് ചെലവ് കൊടുക്കാൻ പറ്റുമോ? ആ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒറ്റ നോക്കുന്ന ഇതിവിടെ ശരിയാവില്ല, എന്തേ ഇത്ര വലിയ ആൾക്ക് ഇവിടെ പറ്റില്ല. വയസ്സ് എനിക്ക് 16-17 ഉള്ളൂ, പക്ഷെ ആളെ കണ്ട ഒരു 23-ന്റെ ആ ആണ്ട് നീളൽ. അതുകൊണ്ട് ആ നാട്ടിലൊരു ഒട്ടുമിക്ക എല്ലാ വീട്ടിലും ചോദിച്ചപ്പോഴും ആണുങ്ങളില്ല, വീട്ടിലില്ല. ശരിയാണ്. അതുകൊണ്ട് ഞാൻ രാത്രി 10 മണിക്ക് 8 മണിക്കൊക്കെ ചിലപ്പോൾ ചെലവിനില്ല. അപ്പോൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? ചോറുണ്ടെന്നക്കാൻ എൻ്റെ മുമ്പിലേക്ക് വേണ്ട. എനിക്ക് പ്രായപൂർത്തിയാൾ തന്നെയല്ലോ. ഷറയിൽ ഞാൻ പ്രായപൂർത്തിയായി. ഇന്ത്യൻ നിയമത്തിൽ 18 ആണെങ്കിലും ഷറയിൽ 18 അല്ല, അതിന് മസാല വേറെയാണ്. ഇന്ത്യൻ നിയമത്തിൽ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ 18 വയസ്സാണ്, പക്ഷെ ഷറയിൽ 18 അല്ല, അതിന് വേറെ മസാല. നിങ്ങൾക്കൊക്കെ എനിക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞു അത് ചോറ് ഞാൻ കൊടുന്നപ്പോൾ ആണുങ്ങളില്ലാത്തതുകൊണ്ട് ചോറ് കൊടുക്കുമ്പോൾ ഒക്കെ വരണ്ടേ, അതൊക്കെ ബുദ്ധിമുട്ടാണ്, ഇവിടെ വേണ്ടാറ്. അങ്ങനെ മൊത്തത്തിൽ ചെലവില്ലാത്ത അവസ്ഥ. ഇനി എന്ത് ചെയ്യും? അപ്പൊ ഉസ്താദ് ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാതീർ ശൈഖുനാ ഓക്കേ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തട്ടെ, ആമീൻ. ആ ഉസ്താദിന്റെ ശിഷ്യനാണ് അവിടുത്തെ ഉസ്താദ്. ബഹുമാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ റഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദിന്റെ ശരീക്കാണ് എൻ്റെ ഉസ്താദ് കൊപ്പം അബൂബക്കർ മുസ്ലിയാർ. വലിയ സൂഫിയാണ്, വലിയ പണ്ഡിതനാണ്. ഓക്കെ ഉസ്താദിന്റെ ഖാദിമായിരിക്കുന്ന ഒരു ഉസ്താദാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ ഇനി മുക്രിക്കാരനെ വിളിച്ച് പറഞ്ഞു, ഇനി മൂപ്പരെ വീട് വിടാൻ കയറ്റി ഇറക്കണ്ട, അത് വല്ലാത്തൊരു വിഷമം, മുതാലിമല്ലേ, ഇന്റെ ചോറിൽ നിന്ന് ഞാൻ അയാൾക്കും കൊടുത്തോളാം. തൽക്കാലം ഒരു സന്തോഷമൊക്കെയായി. പക്ഷെ ഉസ്താദിന്റെ കൂടെ ഉണ്ടോ ചോറുന്നാ നമുക്കറിഞ്ഞു. ഇനി ഇറങ്ങിയാൽ തന്നെ വയറ് അറിയും. അന്നൊക്കെ നല്ലോണം തിന്നേണ്ട കാലല്ലേ. ഉസ്താദിന് നമ്മൾ ഇന്റെ പ്രായമുള്ള ഉസ്താദ് 2 വറ്റിന്നും, ഞിക്കന്ന് 17, ഉസ്താദിന് 55 വയസ്സുമാണ്. ഉസ്താദ് ഞാനും ചോറ് വെച്ചോ ശരിയാവണം. ഉസ്താദ് നീച്ചു പോയാലും ചോറിനാൻ നമുക്ക് ഒരു ബേജാറാണ്. അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും മുക്രിക്കാട് പറഞ്ഞു, പട്ടിണി എടുക്കുകയാണ് ഞാൻ സത്യത്തിൽ കുറെ ദിവസമായിട്ട്. ഉസ്താദിന്റെ കൂടെ ജീവൻ നിലനിൽക്കണുണ്ടെന്നുള്ളൂ, നിങ്ങൾ എവിടെയൊരു ഭക്ഷണം ഒന്ന് ആക്കിത്തരാം. അപ്പൊ ഞാൻ അയാൾ പറഞ്ഞു, ഇനി ഒരു വീടിട്ട് വേണം, കാശൊന്നും ഇല്ലാത്ത വീടാണ്, സാധുക്കളാണ്, എന്നാലും അവിടുത്തെ ഉമ്മ നല്ലൊരു ദീനിയാണ്, ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ. അങ്ങനെ കൊണ്ടുപോയി ആ വീട്ടിൽ ചെന്നു. ആ ഉമ്മ ഞാൻ ചെല്ലുമ്പോ പുറത്തിരിക്കുന്നുണ്ട്, എന്നെ കണ്ടപ്പോ നീ ചെന്നു. ധാരാ ചോദിച്ചു, ഒരു മൊയ്ലിയാരുട്ടിക്ക് ചെലവ് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ ഉമ്മ പറഞ്ഞു, ആ ചരാല ഒരു കുഴപ്പമില്ല, 3 നേരം ഇവിടെ തന്നെ ആയിക്കോട്ടെ. ഒരു നേരം ചോദിച്ചാൽ ചെന്നത് 3 ഇവിടെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങൾ തിന്നേണ്ടത് ഇത്രയൊക്കെ ഉള്ളൂ, ഞങ്ങളുടെ വീടും സൗകര്യവും. കസേരയിലിരിക്കാൻ, നിലത്തിരിക്കണം, അവിടെ മാർബിൾ മൊസൈക്കൊന്നുമില്ല, സിമെന്റ് ഇട്ട് ഇങ്ങനെ പോളിഷ് ചെയ്തൊരു നിലാണ്, ഒരു ഒറ്റ ഓടിട്ട വീടാണ്, കറണ്ട് പേരിനൊരു ബൾബ് ഇങ്ങനെ കത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റി ഉള്ളൂ. ഇതിലൊക്കെ പറ്റി വെച്ചു, എനിക്ക് കുഴപ്പമില്ല, ഞാനിവിടെ താമസിക്കുന്നല്ലോ, ചോറുന്ന ഞാൻ പള്ളിക്കൽക്കല്ലേ പോണത്, അതുകൊണ്ട് എനിക്ക് ഇത്ര മതി, ചോറ് കിട്ടിയാൽ മതി. അല്ലാ, അങ്ങനെ ആ വീട്ടിൽ നിന്ന് 7 കൊല്ലം ഭക്ഷണം കഴിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരു മുത്തഅല്ലിമിനെ ചെലവ് കൊടുത്താലുള്ള ഗുണം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സന്ദർഭം പറഞ്ഞു പോയതാണ്.
ആ ഉമ്മ മരിച്ച ഖബറിലാണ്, അവിടെയുള്ള ഉപ്പയും മരിച്ച ഖബറിലാണ്. ഖബർ വിശാലമാക്കി കൊടുക്കണം റഹ്മാനേ. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? 7 കൊല്ലം ഞാൻ ഭക്ഷണം കഴിച്ചു പോരുമ്പോ എല്ലാ തിങ്കളാഴ്ച രാവായ ഉമ്മ പറയും മോനെ ദ്വാരന്നിട്ടേ പോകാവൂ. വെള്ളിയാഴ്ച രാവായാലും ഉമ്മ പറയും മോനെ മരിച്ചു പോയവർക്കൊക്കെ ദ്വാരന്നിട്ടേ പോകാവൂ. തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും എൻ്റെ ചെലവൂടിയിൽ ദ്വാരന്നിട്ടേ ഞാൻ പോരുള്ള. ഉമ്മ അവിടെ ഇരുന്ന ആമീൻ പറയും. ചിലപ്പോ ഉപ്പുണ്ടാവും, ജോലി ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഉപ്പുണ്ടാവും, അപ്പോൾ ആ ഉപ്പ ആമീൻ പറയും. അങ്ങനെ ഒരു 10 കൊല്ലം മുമ്പ് ആ ഉമ്മ മരണപ്പെട്ടു പോയി. മരിക്കുന്നതിൻ്റെ തലേ ദിവസം കുന്നംകുളത്തെ റോയൽ ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുമ്പോൾ ഞാനന്ന് കാസർഗോഡ് ജില്ലയിലൊരു വാതിലാണ് രാത്രി. എനിക്കൊരു ഫോൺ വരുന്നു മൊബൈലിൽ. അവരുടെ മകനാണ് വിളിക്കുന്നത്. മകൻ ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ടൊരു മുതലാളിയാണ്, ആ നാട്ടിലെ വലിയ കോടീശ്വരനാണ്. ഷാർജ ആസ്ഥാനമായി വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇതിലൂടെ പേര് പറയുന്നത് അദ്ദേഹത്തിന് പൊരുത്തമില്ലെങ്കിലോ എന്ന് ആഗ്രഹിച്ച് പറയാത്തതാണ്. അന്വേഷിക്കുന്നവർക്കറിയാം. കോടിക്കണക്കിന് ആസ്തിയുള്ള ആളുകളാണ് ഇന്ന്. അന്ന് ചെറിയൊരു കൂരപ്പരയാണ്. ആ മരിക്കാൻ കിടക്കണ ഉമ്മ പറഞ്ഞു, മോമാലി മുസ്ലിയാർ എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. സക്കാഫി ഉസ്താദ് എന്നല്ല, മോമാലി മുസ്ലിയാർ. മോമാലി മുസ്ലിയാരെ വിളിക്കണം, എനിക്കൊരു വസിയത്ത് പറയാണ്ട്. മരണശയ്യയിൽ കിടക്കുന്ന ഉമ്മാക്ക് ഞാൻ അത് കഴിഞ്ഞ് അന്ന് തന്നെ കാസർഗോഡ് നിന്ന് കാറിൽ ഓടിച്ചെന്ന് കുന്നംകുളത്ത് റോയൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ICUയിൽ കിടക്കുന്ന ഉമ്മാന്റെ അടുത്ത് ചെന്നപ്പോ ഉമ്മാട് മാസ്ക് പോലെ ഓക്സിജൻ വെച്ചിരിക്കുന്നു, എടുത്തിടാൻ പറഞ്ഞു. എടുത്തിട്ടു. എന്നോട് പറഞ്ഞു, മോനെ ഞങ്ങളുടെ വീട്ടിലന്ന് മോൻകുട്ടി ചെലവിന് വരുമ്പോൾ നേരൊരു എരിവുംപുളിയുള്ള ചാറും കൂട്ടി ചോറ് തരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് റബ്ബ് ഞങ്ങൾക്ക് വല്ലാത്ത പവർ തന്നു, പണം കൊണ്ട് വല്ലാതെ അങ്ങ് ഉയർത്തി. 10,000 സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ട് മോനെ. ഇന്ന് ഞങ്ങൾക്ക് വലിയ ഓഡിറ്റോറിയമുണ്ട്, ഷാർജയിൽ വലിയ ബിസിനസ് സംരംഭമുണ്ട്, നാട്ടിലെ ഇഷ്ടം പോലെ കോടികളുടെ ആസ്തിയുള്ള പറമ്പുകളുണ്ട്, മറ്റ് ബിൽഡിങ്ങുകളുണ്ട്. ഇതൊക്കെ ഉണ്ടായത് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, നിനക്ക് മുതഅല്ലിമായ നിനക്ക് ചോറ് തന്നിട്ട് എല്ലാ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും മുടങ്ങാതെ ദ്വാരുന്നില്ലേ? ആ ദുആ അല്ലാഹ് കബൂലാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചാലും മുതഅല്ലിമീങ്ങൾക്ക് ചെലവ് കൊടുത്തോളണം, അത് മുടങ്ങാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമാണ്. ഞാൻ കണ്ണുനീര് തുടച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിന് എന്താഗ്രഹം എപ്പ പറഞ്ഞാലോ നടത്തി കൊടുത്തോളണം. സുബ്ഹാനല്ലാഹ്, ഞാൻ എപ്പോ 1 ലക്ഷമാണ് 2 ലക്ഷം 5 ലക്ഷം എന്ന് പറഞ്ഞാ എന്തിനാന്ന് ചോദിക്കില്ല, വലിച്ചെന്റെ കയ്യിൽ തരലാണ് എന്ന് വെച്ച് നനഞ്ഞോടുത്ത് കുയിക്കാൻ മെനക്കരുത്. എപ്പോഴും 5 കാട്ട് 6 കാട്ട് 10 കാട്ട് എന്ന് പറഞ്ഞ് ബേജാറാക്കരുത്. ആവശ്യമുള്ള സമയത്ത് ദീനിന്റെ കാര്യത്തിന് എന്ത് ചോദിച്ചാലും മടി കൂടാതെ എല്ലാ ആലിമീങ്ങൾക്കും കൊടുക്കുന്ന കുടുംബമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മുതഅല്ലിമിന് ചെലവിന് കൊടുത്തതിന്റെ പേരിലോ, ഒരു പള്ളിക്കൊരു 10,000 കൊടുത്തതിന്റെ പേരിലോ, ഒരു കാതിൽ കിടക്കുന്ന കമ്മല് കൊടുത്തതിന്റെ പേരിലോ തൊലഞ്ഞുപോയ ചരിത്രമില്ല. കോരുന്ന കിണറിലെ ഉറവയുള്ളൂ, വറ്റാതിരിക്കാൻ വള്ളം കോരിക്കൊണ്ടിരിക്കണമെന്നുള്ളത് പോലെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മുതലിലെ ബറക്കത്തുള്ളൂ. ഒരു മുതഅല്ലിം ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോയാൽ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ അദാബ് ചുരുങ്ങിയത് 40 ദിവസം അല്ലെങ്കിൽ 40 കൊല്ലം അല്ലാഹു ഖബറിൽ നിന്ന് എടുത്തു മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? മുതഅല്ലിം ചിലപ്പോൾ പന്ത് കളിക്കാൻ പോണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മുതഅല്ലിമിന്റെ കയ്യിൽ പോക്കറ്റിൽ ചിലപ്പോൾ മൊബൈൽ ഫോണും ഉണ്ടാവും. ഈ മുതഅല്ലിമാണോ അപ്പൊ ഖബറിൽ നിന്ന് 40 ദിവസത്തെ അദാബ് മാറ്റാൻ പോണത്? മുതഅല്ലിമിന്റെ ക്വാളിറ്റി നോക്കണ്ട, അവന്റെ ഹൃദയത്തിൽ കിടക്കുന്നത് ഫഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി.
ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി വഔസാനി ബിതർകിൽ ലിൽ മആസി ഫഖാല അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. അല്ലാഹുവിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നൂറാണ് മോനെ, അല്ലാഹുവിന്റെ പ്രകാശമാണ് അല്ലാഹുവിന്റെ ഇൽമ്. വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. പാപം നിത്യമായി പാപപങ്കിലമായ ഹൃദയത്തിൽ നാഫിയായ ഇൽമ് നിൽക്കില്ല. അതുകൊണ്ട് മുതഅല്ലിമിന്റെ ഹൃദയത്തിൽ ഇൽമുള്ളവനാണ്. ആ ഇൽമ് അല്ലാഹുവിന്റെ നൂറാണ്. ഇൽമിന്റെ ബറക്കത്ത് വേറെ ഒന്നിനുമില്ല. ഇൽമിന്റെ ബറക്കത്ത് വേറെ ഒന്നിനുമില്ല. ഒരു മനുഷ്യന് അല്ലാഹു തആല ചെയ്യുന്ന ഏറ്റവും വലിയ ഖൈർ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ആരോഗ്യം. ഖൈറന്നെ കേട്ടോ. അസ്സഹത്തു, ആരോഗ്യം. മനുഷ്യൻ എന്നുള്ള നിലക്കാണ് ഞാൻ പറഞ്ഞത്. ആരോഗ്യം, 2 സമയം, 3 ആയുസ്, സൗന്ദര്യം, ബുദ്ധി, ഇതൊക്കെ അനുഗ്രഹം തന്നെയാണ്. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും അല്ലാഹു തആല ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഖൈർ ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കൽ എന്താ? അവനെ കളക്ടറാക്കല, ചിലപ്പോൾ അത് ഷർറാവും. അവനെ ഡോക്ടറാക്കല, ചിലപ്പോൾ അത് ഷർറാവും. അവനെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ IPS IAS ഒക്കെ ആക്കല, അതൊക്കെ ഒരു നിലയ്ക്ക് ഖൈറും ചിലപ്പോ പരീക്ഷണവും ആവാം. ഞാൻ നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞ പോലെ 12 കൊല്ലം കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്ന് പറഞ്ഞ അതൊരു സ്റ്റാറ്റ്യൂട്ടറിയാണ്, ഒരു സിവിൽ കോടതിയുടെ അധികാരമുള്ള കോടതിയാണ്. അതില് ഹൈക്കോടതി ജഡ്ജിന്റെ കൂടെ അതേ തൊട്ടടുത്ത കസേരയിൽ, അതേ സ്റ്റാറ്റസിൽ, അതേ സാലറിയിൽ, അതേ ടേംസ് ഓഫ് കണ്ടീഷനിൽ 12 കൊല്ലം കേരളത്തിന്റെ മൊത്തം ഭാഗങ്ങളിലും ജുഡീഷ്യൽ അധികാരമുള്ള ഒരു വ്യക്തിയായി ഞാൻ ഇവിടെ ഇരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് പോലീസായിട്ട് വരാനുള്ള കാരണം എനിക്കന്ന് വധഭീഷണി, ഇപ്പോഴും 5 വധഭീഷണി എൻ്റെ പേരിലുണ്ട്. ഞാനിപ്പോൾ അതൊന്നും മെയിൻ ചെയ്തിട്ടല്ല. ഇപ്പോഴും വേണമെങ്കിൽ പോലീസിനെ വിളിച്ചാൽ കിട്ടുകയും വേണമെങ്കിൽ ലൈസൻസുള്ള തോക്കും ഗവൺമെന്റ് തരും. പക്ഷേ അതൊക്കെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹു കാക്കട്ടെ കേട്ടോ. ഞാൻ ഇവിടെ വെട്ടിലത്തിനടുത്ത് കന്യാന ഉറൂസിന് 2018 19 ഒരു ഉറൂസ് കഴിഞ്ഞു പോകുമ്പോൾ 12 മണി കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കന്യാനത്തിൻ്റെയും ബായാറിൻ്റെയും ഇടയിൽ വെച്ച് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വണ്ടി, അന്ന് അതിൻ്റെ മുകളിൽ ഗവൺമെന്റ് ബോർഡും ഉണ്ട്, ലൈറ്റും ഉണ്ട്. ആ വണ്ടിക്ക് നേരെ രാത്രി 2 മണിക്ക് കല്ലെറിഞ്ഞ് എൻ്റെ കാറിൻ്റെ ഒരു ഗ്ലാസ് തകർക്കുകയും എൻ്റെ ഡോറ് ഞണങ്ങുകയും അത്ഭുതം കൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. പിറ്റേ ദിവസം ഞാൻ കാസർഗോഡ് പോയി, പ്രസ് ക്ലബ്ബ് പോയി സമ്മേളനം നടത്തി. അന്ന് ഇവിടെ UT ഖാദർ ഹെൽത്ത് മിനിസ്റ്ററാണ്. ഞാൻ അദ്ദേഹത്തെ അപ്പോൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാറിന് കല്ലെറിഞ്ഞിട്ടുണ്ട്, എനിക്കിവിടെ പോകാൻ സുരക്ഷിതത്വം വേണം. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിച്ച് ഇവിടുത്തെ കർണാടക സർക്കാരിനോട് പറഞ്ഞു, ഞങ്ങളുടെ ആളവിടെ അപകടത്തിലാണ്, അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പോഴാണ് കർണാടകത്തിൽ വരുമ്പോൾ എപ്പോൾ വിളിച്ചാലും പോലീസ്, കാസർഗോഡ് ഇങ്ങോട്ട് കടന്നാൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ കാസർഗോഡ് എത്തുമ്പോഴേക്കും SP എന്നെ വിളിക്കും, സാർ എവിടെ ഉള്ളത്, എങ്ങോട്ടാ പോണ്? അപ്പോൾ പിന്നെ 1-2 ദിവസമൊക്കെ വിളിച്ചു, അത് സുഖമായി തോന്നി. പിന്നെ എനിക്ക് തോന്നി ഇതൊരു പുലിവാലാണ്. ഞാൻ മൂത്രമൊഴിക്കാൻ പോകുമ്പോഴും അവിടെയും പോലീസ്, കക്കൂസിൽ പോകുമ്പോഴും പോലീസ്. ഇത് ഒരു സുഖമുള്ള പണിയല്ല. പിന്നെ അതുമല്ല, ഇത് റിട്ടയർഡ് ചെയ്താൽ പിന്നെ പോലീസിനെ വിളിച്ചിട്ട് അതിന് വേറെ നിയമമാണ്. അപ്പോ ഏത് ശത്രുവിൽ രക്ഷപ്പെടാനുള്ള ഒരു പ്രൊട്ടക്ഷൻ എനിക്കൊരു ഷെയ്ഖ് പറഞ്ഞു തന്നു. അതേതാണെന്നറിയോ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അള്ളാന്റെ പ്രൊട്ടക്ഷൻ കിട്ടിയാ പിന്നെ ഒരാളുടെയും വേണ്ട. അള്ളാന്റെ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ആര് പ്രൊട്ടക്ഷൻ തന്നിട്ടും കാര്യമില്ല. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നതല്ലേ, രാജീവ് ഗാന്ധിയെ ബോംബിട്ട് കൊന്നതല്ലേ, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡിയെ വെടിവെച്ച് കൊന്നതല്ലേ,
ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന വർഗീയവാദി തിരുനെഞ്ചത്തേക്ക് വെടിവെച്ചു കൊന്നതല്ലേ? റബ്ബിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഏത് വലിയവനായാലും എത്ര വലിയവനായാലും പെടഞ്ഞു മരിക്കേണ്ടി വരും. മരണം സമയത്തിയാൽ പിന്നെ അല്ലാഹു ഒരാളെയും പിന്തിപ്പിക്കൂല മോനെ. അതുകൊണ്ട് റബ്ബിന്റെ പ്രൊട്ടക്ഷനാ നമുക്ക് വേണ്ടത്. റബ്ബിന്റെ പ്രൊട്ടക്ഷനാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവാണ് ഏറ്റവും വലുത് കാര്യമേൽപ്പിക്കാൻ. അപ്പൊ അന്ന് കല്ലെറിഞ്ഞ് എന്റെ കാറൊക്കെ തകർത്തു. അപ്പോഴാണ് എനിക്ക് കർണാടകത്തിൽ നിന്ന് പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചത്. കേരളത്തിൽ നിന്നും പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചു എനിക്ക് ഗവൺമെന്റ്. സുഹൃത്തുക്കളെ, ഞാനത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? 12 കൊല്ലം ഞാൻ അവിടെ ഇരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തന്ന നിഅമത്ത് തന്നെയാണ്. കാരണം നിഅമത്തുകൾ പറയുമ്പോൾ നമ്മളത് പറയുന്നത് കിബർ വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ ഇരുന്നു വെച്ചിട്ട് എനിക്ക് ഇപ്പോഴും അപ്പോഴും ഞാൻ അന്നും ഇന്നും അതിനെ നിസ്സാരപ്പെടുത്തിയിട്ടൊന്നുമില്ല. അല്ലാഹു തന്ന നിഅമത്താണ്. പക്ഷെ എൻ്റെ മനസ്സിലെപ്പോഴും ഈ ദീനും ഈ പ്രവർത്തനവും ഈ തലയെക്കെട്ടും ഈ താടിയും ഈ വെള്ളവസ്ത്രവും അല്ലാതെ നിങ്ങൾ എവിടെ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. അതിനിപ്പോൾ ഇവിടുന്ന് ആരോ ഒരു ക്ലിപ്പ് ഇറക്കിയിട്ടത് ഞാനത് കണ്ടു. ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞു. ഇപ്പോൾ ഒരിക്കൽ സിറ്റിംഗ് കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തിറങ്ങി. എൻ്റെ ജഡ്ജി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഹൈക്കോടതിയിലെ കേരള ഹൈക്കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജി, അങ്ങനെ ഒരു അമുസ്ലിം ജഡ്ജിയാണ്, ഞങ്ങളുടെ മുമ്പിൽ വന്നു വിട്ടു. അപ്പോൾ എൻ്റെ ചെയർമാൻ പറഞ്ഞു, ഇങ്ങനെ പരിചയമല്ലോ എന്ന് ചോദിച്ചു ആ ജഡ്ജിയോട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ലല്ലോ. അപ്പോൾ ചെയർമാൻ പറഞ്ഞു, ഇങ്ങനെ അറിയില്ലേ? മുള്ളൂർക്കര മുഹമ്മദ് സക്കാഫി വലിയ പ്രഭാഷകനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാ മറിച്ചതെന്നൊക്കെ പറഞ്ഞു. കമ്മീഷൻ്റെ ആളാണ്, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജഡ്ജി ഇങ്ങനെ എന്നെ ഒന്ന് നോക്കി. ഈ ഓരോ അയലുമുണ്ട്, ഒരു നീലം സൂപ്പർ ബ്ലൂ മുക്കിയൊക്കെ ഒരു മുണ്ടും ഒരു 1 റുപ്യയുടെ ഈ ഒരു കന്തൂറി അല്ലെങ്കിൽ ഒരു തുണിയും ഒരു തലക്കെട്ടൊക്കെ അല്ലേ വേഷം. അപ്പൊ എന്നോട് ചോദിച്ചു, എൻ്റെ ജഡ്ജിയോട് ഈ ജഡ്ജി ചോദിക്കാണ്, ഇയാൾക്ക് എന്താ ശമ്പളം? അപ്പൊ എൻ്റെ ജഡ്ജി പറഞ്ഞു, ഏറെക്കുറെ എൻ്റെ ഉണ്ട്. അന്ന് ജഡ്ജിക്ക് എത്ര? 2.5 ലക്ഷം. എനിക്ക് 2.25 ഉണ്ട്. 25,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒരു മാസം എനിക്ക് 2.25 ലക്ഷം ഉണ്ട്. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല, കാരണം അതൊക്കെ പരസ്യമാണ്. നിങ്ങൾ വിവരം, നിങ്ങൾക്ക് 5 റുപ്യയുടെ മുദ്രപത്ര സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ ഇയാൾ എത്ര ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും കണക്ക്. ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കുക. അതിനാണ് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ എവിടെ ആർക്കും ബാധക. നിങ്ങളുടെ നാട്ടിലെ സിദ്ധരാമയ്യ ഈ കണ്ട കാലം എത്ര റുപ്യ ശമ്പളം മേടിച്ചു എന്ന് നിങ്ങൾക്ക് വിവരാവകാശം ചോദിച്ചാൽ അതിന് മറുപടി കിട്ടും. ആർക്കും ആരെ പറ്റി ചോദിക്കാവുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ കിട്ടുന്നതിന്റെ 30% ഇൻകം ടാക്സ് കൊടുക്കണം കേട്ടോ. 2.5 ലക്ഷം 2.25 ശമ്പളം കിട്ടിയോ? അപ്പോൾ കണക്കൂട്ടും. അപ്പൊ 12 × 2.25 ഒന്ന് അടിച്ചു നോക്കടാ, കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. അത്രയൊക്കെ കിട്ടിയില്ലേ? 30% ഇൻകം ടാക്സ് കൊടുക്കണം. പിന്നെ അവിടെ ചെലവൊക്കെ പോണം. അത് ഗവൺമെന്റ് ഒക്കെ എടുത്തിട്ട് തന്നെ തരുള്ളൂ. അപ്പൊ എന്നോട് ഇയാൾ പറയാണ്, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ശമ്പളം വാങ്ങിക്കുന്ന നിങ്ങൾക്ക് ഈ ഒയന്ന ഷർട്ടും ആ മലപ്പുറത്തെ കാക്കാരിടുന്ന മുണ്ടും കെട്ടിയിട്ട് വരാൻ നാണല്ലേ സക്കാഫി? നിങ്ങൾക്കൊരു നല്ലൊരു പാൻറ്റും ഇങ്ങേരിട്ട പോലൊരു നല്ലൊരു കോട്ടും ഒരു സൂട്ടും നല്ലൊരു 6,000-7,000 രൂപയുടെ നല്ലൊരു ഷൂ ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ആ സിറ്റിങ്ങിന് വന്നിരുന്നൂടെ? അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ വസ്ത്രം തന്നെ കേട്ടോ, അത് വരുമ്പോഴെങ്കിലും ഇതൊന്നിട്ട് വന്നൂടെ? എന്താണ് അതിൽ നിങ്ങളുടെ മതത്തിന് വല്ല തകരാറുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, പെയിന്റ് ഇടാൻ പാടില്ല എന്ന് ഞങ്ങളുടെ മതം പറഞ്ഞിട്ടില്ല, സൂട്ട് ഇടാൻ പാടില്ല എന്ന് ഞങ്ങളുടെ മതം പറഞ്ഞിട്ടില്ല, പെയിന്റ് ധരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഷൂ ധരിക്കാൻ പാടില്ല എന്ന മതത്തിൽ നിയമമില്ല. പക്ഷെ മതത്തിലൊരു നിയമമുണ്ട്, ഞെരിയാണിക്ക് പോലെ പെയിന്റോ കന്തൂറായാലും ഞെരിയാണിക്കതായ പാടില്ല, ഇന്ന വസ്ത്രങ്ങളൊക്കെ ധരിക്കാവുന്ന നിയമമുണ്ട്. ഞാൻ പറഞ്ഞു, സാർ, ഞാൻ 14 കൊല്ലം പഠിച്ചു കിട്ടിയ ബിരുദാണ് മൗലവി ഫാദിൽ സഖാഫി. SSLC കഴിഞ്ഞിട്ട് 14 കൊല്ലം ഞാൻ കണ്ടിന്യൂ ആയിട്ട് പഠിച്ചിട്ടാണ് ഞാൻ സഖാഫി ബിരുദം വാങ്ങി പുറത്തിറങ്ങുന്നത്. അപ്പോൾ 15 വയസ്സുള്ള ഞാൻ 14 കൊല്ലം പഠിച്ചിട്ട് വരുമ്പോൾ എത്ര വയസ്സിലാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വിലപ്പെട്ട സമയമൊക്കെ ഈ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചു. എന്നിട്ട് എനിക്ക് കിട്ടിയ ഈ സഖാഫി ബിരുദം സർ ഞാൻ മനസ്സിലാക്കണം, 3 കൊല്ലോ 6 കൊല്ലോ 8 കൊല്ലോ 10 12 12 കിട്ടിയത് വലിയ അത്ഭുതമാണ്. അങ്ങനെ കിട്ടാറില്ല. കിട്ടി. ഇപ്പൊ ഇതിനെ പറ്റി എന്താ പറയാ? റിട്ടയർഡ് മെമ്പർ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് എന്നാണ് ഇത്. റിട്ടയർഡ് എന്ന് എഴുതു. അല്ല, മെമ്പർ എന്ന് മാത്രം എഴുതാൻ പറ്റില്ല, കാരണം റിട്ടയർഡായി. പക്ഷേ ഞാൻ മരിച്ചാലും, ഞാൻ മരിച്ച് കബറടക്കം ചെയ്യപ്പെട്ടാലും എന്റെ മീസാൻ കല്ലിന്റെ മുകളില് റിട്ടയർഡ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി എന്ന് എഴുതില്ല.
സക്കാഫിക്ക് റിട്ടയർമെന്റ് ഇല്ല. നാളെ മരിച്ച് ഖബറിൽ പോയാലും ലൈവാണ്, മഹ്ശറേ ചെന്നാലും സക്കാഫിയാണ്, ഇപ്പോഴും സക്കാഫിയാണ്. അപ്പൊ റിട്ടയർമെന്റ് ഇല്ലാത്തൊരു ഡിഗ്രി എന്റെ കയ്യിലിരിക്കുമ്പോ എന്തിനാ സാർ 4, 6, 8, 10 കൊല്ലത്ത് താൽക്കാലികമുള്ള ടെമ്പററിയായ ഈ ഡിഗ്രിക്ക് വേണ്ടി ഞാൻ എന്റെ വേഷവിധാനങ്ങളൊക്കെ അഴിച്ചു മാറ്റുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് ഇങ്ങനെ കാട്ടി. അത് കറക്റ്റ് ഉത്തരാണ് എന്ന് അദ്ദേഹം അപ്രിഷിയേറ്റ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനിത് പറയാനുള്ള കാരണം മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും മനസ്സിലാക്കണം. നമ്മുടെ ഈ തലയെക്കെട്ട്, നമ്മുടെ ഈ വെള്ളവസ്ത്രം, നമ്മൾ ഈ ധരിച്ചിരിക്കുന്ന താടിയൊക്കെ വളരെ മഹത്വമുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുമ്പോഴൊക്കെ അത് പറയാറുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹർ ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ചെല്ലുമ്പോ ഞെരിയാണിക്ക് മുകളിലുള്ള ഒരു പാന്റ്, തലയിൽ ഒരു തുർക്കിത്തൊപ്പി, നീട്ടി വളർത്തിയ താടിയുണ്ട്. മൗലാന ജോർജ് അഞ്ചാമന്റെ വട്ടമേശ സമ്മേളനത്തിൽ ചെന്ന് പിറകിലിരുന്നു. സമ്മേളനമൊക്കെ തീർന്ന് ജനങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോ മൗലാന മുഹമ്മദ് അലി ജൗഹർ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജോർജ് അഞ്ചാമൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സർ മിസ്റ്റർ ജോർജ്, സർ മിസ്റ്റർ ജോർജ്, the first and last warning, I want to go back to my country. Sir, എനിക്കൊരു വലിയ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. എല്ലാവരും മൗലാനയുടെ തൊപ്പി നോക്കുകയാണ്, താടി നോക്കുകയാണ്. ആരാ ഇംഗ്ലണ്ടിൽ ഈ വട്ടത്താടിക്കാരൻ? ആരാ ഇംഗ്ലണ്ടിൽ ഈ തുർക്കി തൊപ്പിക്കാരൻ? ആരാ ഇംഗ്ലണ്ടിൽ ഈ ഞെരിയാണിയുടെ മുകളിൽ പെയിന്റിട്ടവൻ? ആരാണിവൻ, ആരാണിവൻ എന്ന് നോക്കുമ്പോ സ്ഫുടമായ ഇംഗ്ലീഷിൽ മൗലാന പറയാണ്, സർ മിസ്റ്റർ ജോർജ്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്, ഞാൻ ആദ്യമായും അന്ത്യമായും നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നവനാണ്. ബ്രിട്ടീഷ് രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് മൗലാന പറയാണ്, ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവില്ല ജോർജ്, ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവില്ല, എൻ്റെ ഇന്ത്യയിലേക്ക് പോവില്ല. എൻ്റെ ഇന്ത്യയിലേക്ക് ഞാൻ തിരിച്ചു പോകണമെങ്കിൽ എനിക്കെൻ്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യയിൽ എൻ്റെ മയ്യത്ത് കബറടക്കുന്നത് പോലും എനിക്ക് പൊരുത്തമില്ല. അതുകൊണ്ട് എനിക്ക് കിടന്ന് മരിക്കാൻ ഇവിടെ 6 അടി മണ്ണ് തരുമോ എന്ന് ജോർജ് അഞ്ചാമനോട് വിളിച്ചു ചോദിച്ച മൗലാന മുഹമ്മദ് അലി സൂഫിയായിരുന്നു, സുന്നിയായിരുന്നു. തലയിൽ തൊപ്പിണ്ടായിരുന്നു, താടിണ്ടായിരുന്നു, ഇംഗ്ലീഷ് നല്ലപോലെ അറിയുന്ന ആളായിരുന്നു. ഭാഷ പഠിക്കുന്നത് കൊണ്ട്, ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് തൊപ്പി ധരിക്കാൻ മടിവെക്കണ്ട, താടി വെക്കാൻ മടിവെക്കണ്ട. ഏത് മേഖലയിലായാലും ഏത് ലോകത്തായാലും ദീനിന്റെ ശിആറിൽ നിന്ന് മാറി നിൽക്കണ്ട. നമ്മുടെ കർണാടകയിൽ എപ്പോൾ വരുമ്പോഴും ഞാൻ ടിപ്പു സുൽത്താന്റെ ചരിത്രം ഓർമ്മിപ്പിക്കാറുണ്ട്. എപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്. കർണാടകക്കാർക്ക് കിട്ടിയ വൻ നിധിയാണ് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. കേട്ടോ, കുട്ടികൾക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കണം. അന്ന് ചരിത്രങ്ങളിലൊക്കെ വള്ളം കയറ്റിയ അതാണ് ബാബരി മസ്ജിദിന്റെ പിന്നിലും നടന്നത്. അട്ടിമറി, ഡിവൈഡ് ആൻഡ് റൂൾസ്, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ കുടിലതന്ത്രം. ചരിത്രങ്ങളൊക്കെ മാറ്റിമറിച്ചു ഇവർ ബ്രിട്ടീഷുകാർ പോണതിന്റെ മുമ്പേ. ബാബരി മസ്ജിദിനെ മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും ഇല്ലാത്ത കള്ളക്കഥകൾ എഴിഞ്ഞു പിടിപ്പിച്ച് മെനക്കിയുണ്ടാക്കി ഈ 2 സമുദായങ്ങളെയും തമ്മിലടിപ്പിച്ചതിന്റെ പിറകിൽ ബ്രിട്ടീഷുകാരുടെ കുടിലമായിരിക്കുന്ന ബുദ്ധിയാണ് പ്രിയപ്പെട്ടവരെ. അവരുടെ ഹിഡൻ അജണ്ടയായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾസ്, ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതാണ് അവർ ശ്രമിച്ചത്. അതാണ് ഇപ്പോഴും അതിന്റെ തുടർ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടില് ചില ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നതുകൊണ്ട് ചരിത്രം നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. നല്ല ചരിത്രം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ലോകത്തിന് മുമ്പിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി ആരാ? റഹ്മത്തുൽ ലിൽ ആലമീൻ. ഇപ്പൊ മുഹമ്മദ് നബി അങ്ങനെ ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്, മുസ്ലിങ്ങൾ ക്രൂരന്മാരാണ്, ഒന്നിനും പറ്റാത്തവരാണ് എന്തോന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ആകെ ഭീകരന്മാരാന്ന് തോന്നും. എന്തോന്ന് ഭീകരം ഇപ്പൊ ഇവിടെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു തേങ്ങയില്ല. ഒരു താടി ഒരു ലേശം നീട്ടിയാൽ ആള് എന്തോ ഒരു ഭീകരണം കണ്ടെത്തും. അതിന്റെ താടി വല്ലാതെ നീട്ടണം കേട്ടോ. താടി നീട്ടിയവരൊക്കെ ഭീകരൻ. എന്നാ ഇവിടെ വലിയ ഭീകരന്മാരെ പിടിച്ച് ബോംബ് വെച്ചവരെ പിടിച്ചു നോക്കുമ്പോ തീരെ താടിയില്ല. അവൻ എന്താ? അവ താടിയുടെ മുകളിലാ ഭീകരൻ.
ഇസ്ലാം ഒരു മുസ്ലിമിന് ഒരിക്കലും ഭീകരവാദിയാകാൻ പറ്റില്ല. ഒരു മുസ്ലിമിന് ഒരിക്കലും തീവ്രവാദിയാകാൻ പറ്റില്ല. ഒരു മുസ്ലിം ഒരിക്കലും അന്യ മതക്കാരന്റെ ശത്രുവല്ല. വളരെ വ്യക്തമായി ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അക്രിം ജാറക വലൗ കാന കാഫിറാ, അക്രിം ജാറക വലൗ കാന കാഫിറാ. നിന്റെ അയൽവാസി കാഫിറാണെങ്കിലും അവനെ ബഹുമാനിക്കണേ. നിന്റെ അയൽവാസി കാഫിറാണെങ്കിലും അവനെ ബഹുമാനിക്കണേ. അത് പഠിപ്പിച്ച നേതാവാണ് നബി മുഹമ്മദ് മുസ്തഫ. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച നേതാവാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മക്കയിൽ ഒരു സമയത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് മദീനയിൽ. റസൂലുള്ള മദീനയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു അങ്ങാടിയാണ്. മദീനയിൽ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഒരു വല്യുമ്മ ഗ്രാൻഡ് മദർ, ഉമ്മുമ്മ, വല്യുമ്മ എന്നൊക്കെ പറയും. ഞങ്ങളുടെ വല്യുമ്മയാണ്, ഇവിടെ ഉമ്മുമ്മയാണ്, ഗ്രാൻഡ് മദർ ഇംഗ്ലീഷിൽ. ആ ഉമ്മുമ്മ കുറച്ച് സാധനങ്ങൾ അങ്ങാടിയിൽ നിന്ന് പലചരക്കും മീനും ഇറച്ചിയും ഒക്കെ മേടിച്ചിട്ട് വലിയൊരു ചാക്കിലാക്കിയിട്ട് ഇത് പൊക്കിയൊക്കെ ഉണ്ട്, പൊന്തണില്ല, എടുക്കാൻ പറ്റണില്ല, വയസ്സായിരിക്കണം, എടുത്ത് പൊക്കാൻ നോക്കുന്നുണ്ട്, പൊന്തണില്ല. അങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നിട്ട് ചോദിച്ചു, വല്യുമ്മ, ഉമ്മുമ്മ എന്താ വേണ്ടത്? മോനെ, ഞാൻ കുറെ ഇവിടെ കാത്തിക്കണ ഒരാളെ ഇത് സഹായിക്കാൻ ആരും എന്നെ കണ്ടിട്ടൊരു മെയിൻറ്റ് പോലും ചെയ്യുന്നില്ല. ഇതൊന്ന് എന്റെ പൊരേനിക്ക് വെച്ച് തരികയാണെങ്കിൽ കൊണ്ടുവരണേന് നല്ല പ്രതിഫലം തരാം. മോൻ ഇതൊന്നും എടുത്ത് അങ്ങോട്ട് വെച്ച് തരുമോ ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വെച്ച് തരാം ഉമ്മ. റഹ്മത്തുൽ ആലമീനായ തങ്ങൾ ആ ചുമടുകളെടുത്തു നബി തങ്ങളുടെ തലയിൽ വെച്ചു. വല്യുമ്മാട് നടക്കാൻ പറഞ്ഞു. മുന്നിൽ ആ വല്യുമ്മ നടന്നു, റസൂലുള്ള പിന്നിലും നടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നടന്ന് കുറേ അങ്ങോട്ട് പോയി. വീടിന്റെ അടുത്തെത്താറയായപ്പോ ഈ വല്യുമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, മോനെ, ആ മദീനയിൽ ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ട് എല്ലാരെയും വിളിച്ചിട്ട് ഒരാളും വരാത്തപ്പോ നീ എന്റെ അടുത്ത് വന്ന് ചുമടെടുത്ത് തലയിൽ വെച്ച് നടന്ന് എന്നെ മുന്നിൽ നടത്തി നീ പിറകിൽ നടക്കുന്നു. നീ ആരാണെന്നോ എന്താണെന്നോ എവിടുത്തുകാരനാണെന്നോ ഞാൻ ചോദിച്ചിട്ടില്ല, അറിയൂല. എത്ര കൂലി വേണമെന്നോ പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്നോട് വലിയ സ്നേഹം തോന്നുകയാണ്. നിന്നെ പോലത്തെ ശുദ്ധ മനസ്ഥിതിയുള്ളവര് ഈ മദീനയിൽ വേറെ കാണൂല മോനെ. അതുകൊണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ആരാണെന്നറിയാത്ത പെങ്ങള് പറയാണ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യമെന്നല്ലേ മോനെ? മക്കയിൽ നിന്നൊരു കള്ളനായ നബി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അവന്റെ പേര് മുഹമ്മദാണ്. അവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നുണ്ട്. അവൻ തമ്മാടിയാണ്, അക്രമിയാണ്. കഴിഞ്ഞ ദൈവങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞ് ദൈവം ഒരുവനാണെന്ന് പഠിപ്പിക്കുന്നവനാണ്. നിന്നെപ്പോലത്തെ നല്ല മനുഷ്യരെ പിടിച്ച് വളക്കലാണ് അവന്റെ പരിപാടി. അതുകൊണ്ട് മോനെ, നീ ആ മുഹമ്മദിന്റെ ഷർറില് പെട്ടി പോകരുത് കേട്ടോ. റഹ്മത്തുൽ ആലമീനായ തങ്ങളൊരക്ഷരം മിണ്ടണില്ല. ആ വല്യമ്മ ചോദിച്ചു, മോനെ, നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? ആ പറയാം എന്ന് പറഞ്ഞു. വീടിന്റെ മുന്നിലെത്തി ചുമടവിടെ ഇറക്കി വെച്ചു. അപ്പോഴാ വല്യമ്മ കുറച്ച് പൈസ എടുത്തിട്ട് നീട്ടുകയാണ് ഹബീബിന്റെ നോരിക്ക്. മോനെ, ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഇത് കയ്യിൽ വെച്ചോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട, ഇത് എന്റെ വക നിങ്ങൾക്ക് ഗിഫ്റ്റാണ്. ഇത് സേവനമാണ്, സേവനമാണ്, സേവനമാണ്. ആ സമയത്ത് ആ വല്യുമ്മാടെ കണ്ണ് നിറഞ്ഞുപോയി. കാശ് കൊടുത്താൽ പോലും ആളെ കിട്ടാത്തടത്ത് വലിയ കഷ്ടപ്പെട്ട് ഈ ചുമട് കൊണ്ടുവന്ന് എന്റെ വീടിന്റെ മുന്നിലിറക്കി വെച്ചിട്ട് പ്രതിഫലം വാങ്ങാതെ തിരിച്ചു പോണ നിങ്ങൾ ആരാ? നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ നാടേതാ? നിങ്ങളുടെ കബീല ഏതാ? ആ സമയത്ത് നബിതങ്ങൾ ചിരിച്ചിട്ട് പറയാണ്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അന മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ നേരത്തെ കള്ളനെന്ന് പറഞ്ഞ, നിങ്ങൾ തെമ്മാടി എന്ന് പറഞ്ഞ ആ മുഹമ്മദുണ്ടല്ലോ, അത് ഞാനാണ് ഉമ്മ.
ആ സമയത്ത് ആ ഉമ്മ പറയാണ്, വാ മുഹമ്മദാണോ നീ? ഇത് കേട്ടപാട ഉടനെ പറഞ്ഞു, വാ അന്നക റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇങ്ങനെയാണ് ഇസ്ലാം മതത്തിൽ ആളുകൂടിയത്. അല്ലാതെ പണം കൊടുത്തിട്ടല്ല, യുദ്ധം ചെയ്തിട്ടല്ല, തീവ്രവാദം നടത്തിയിട്ടല്ല, ഭീകരവാദം നടത്തിയിട്ടല്ല. ഈ മതത്തിന്റെ സാഹോദര്യം കണ്ടിട്ടാണ്, ഈ മതത്തിന്റെ വിനയം കണ്ടിട്ടാണ്, വിട്ടുവീഴ്ച കണ്ടിട്ടാണ്, ഈ മതത്തിന്റെ ആശയം കണ്ടിട്ടാണ്, ആദർശം കണ്ടിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിൽ നിന്ന് മറ്റുള്ളവര് ദീന് പഠിക്കണം. നമ്മൾ ഓരോരുത്തരും മാതൃകാ യോഗ്യരാകണം. മാതൃകാശാലികളായ ജീവിതം നമ്മൾ നയിക്കണം. നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കണം, യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. അല്ലാഹു തആല ഒരു മനുഷ്യന് ഏറ്റവും നൽകുന്ന ഖൈർ എന്താണെന്നറിയോ? നേരത്തെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. കമ്മീഷനാക്കലല്ല, ജഡ്ജിയാക്കലല്ല, വേറെ എന്തെങ്കിലും ആക്കലല്ല. അത് ഖൈർ തന്നെയാണ്, തെറ്റൊന്നുമില്ല, നല്ല തന്നെയാണ്. പക്ഷേ ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് നൽകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? അവനെ ദീനിൽ വിവരമുള്ളവനാക്കും, അവനെ ആലിമാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആലിമാകുക എന്നുള്ളത് ഒരു മനുഷ്യന് അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചു എന്നതിന്റെ തെളിവാണ്. ആർക്കെങ്കിലും നാഫിയായ ഇൽമു നൽകപ്പെട്ടാലോ ഫഖദ് ഉതിയ ഖൈറൻ കസീറാ, അധികരിച്ച നിഅമത്ത് ഖൈറുകൾ അതിന്റെ പിറകിൽ അല്ലാഹുവിന് കൊടുക്കുകയാണ്. കണ്ടോ ശൈഖുനാ എപി ഉസ്താദ് കേവല ഒരു ഉസ്താദാണോ ഇന്ന്? സുബ്ഹാനല്ലാഹ്, 15,000-ത്തിലധികം ശിഷ്യന്മാര്, ആയിരക്കണക്കായ സ്ഥാപനങ്ങൾ, ലോകം മുഴുവൻ ആദരിക്കുന്ന പണ്ഡിതനായി റിട്ടയർമെന്റ് ഇല്ലാതെ ഓരോ ദിവസവും അവിടുത്തെ വലിയ പ്രശസ്തി ലോക മുസ്ലിമീങ്ങളിലും അല്ലാത്തവരിലോ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ അല്ലാഹു നാഫിയായ ഇൽമു കൊടുത്താൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, അധികരിച്ച ഖൈറുകൾ അല്ലാഹു അതിന്റെ പിറകിൽ നൽകുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ദർസ് വേണം. നമുക്ക് ഖിയാമത്ത് നാൾ വരെ ദർസ് നടക്കണം. ഈ പള്ളി ബത്തയുമുണ്ട്. ആ മുതഅല്ലിം ഒന്ന് തോരുന്ന നിങ്ങളുടെ ഖബറിലേക്ക് അതിന്റെ സവാബാണ്. ഈ സദസ്സിൽ വെച്ച് ഞാൻ തോരുന്നില്ല എൻ്റെ ചെലവ് വീട്ടുകാരത്തിയായ ഉമ്മക്ക് വേണ്ടിയിട്ട്, എൻ്റെ ചെലവ് വീട്ടുകാരനായ ബാപ്പക്ക് വേണ്ടി ഞാൻ തോരുന്നില്ലേ? അവര് രണ്ടാളും പന്നിത്തണം ജുമഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. അല്ലാഹുവേ, ദർജ ഉയർത്തണേ റബ്ബേ. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകിയ, ആലിമീങ്ങൾക്ക് ഭക്ഷണം നൽകിയ, സാദാത്യങ്ങൾക്ക് ഭക്ഷണം നൽകിയ, ഇൽമിന്റെ അഖിലുകാരെ പ്രിയം വെച്ച, അവർക്ക് വസ്ത്രം തന്ന, അവരെ സംരക്ഷിച്ച മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ, ബറക്കത്ത് ചൊരിയണേ റബ്ബേ. സുഹൃത്തുക്കളെ, ഈ ഒരു ദുആ മതി. അതുകൊണ്ട് ഈ പള്ളി നമുക്ക് കയറണം ഇൻഷാ അല്ലാഹ്. ഞാൻ സുദീർഘമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം സമയം വൈകി പോകുമ്പോൾ നിങ്ങൾക്ക് ഉറക്ക്. പഴയ കാലത്ത് നമ്മൾ വായൽദിന് വേരല് വത്ത് പണിക്കാം, അല്ലേ? അങ്ങനെയാണ്, അതങ്ങനെയാണ്. കാരണം എല്ലാവരും ഇശാ നിസ്കരിച്ചു പോയി, ഇങ്ങോട്ട് വീട്ടിൽ പോയി ചോറ് വെച്ച് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി ടോർച്ചെടുത്ത് ജമാഅത്തായിട്ടാണ് അതിൽ വരിക. വീടടച്ചിട്ട് ഒരു 35 കൊല്ലം മുമ്പേ വരല് ഒരു 1.5 വരവാ. അതെന്താ 1.5 വരവ്? അന്നിങ്ങനെ VIP കസേരയൊന്നും ഉണ്ടാവില്ല വാതിലിരിക്കാൻ. ആർക്ക് കസേര? എവിടെ? മുന്നിൽ 2 മദ്രസയിലെ ബെഞ്ച് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നുണ്ടാവും, അത് 2-3 ബെഞ്ച് ഉണ്ടാവും. പെണ്ണുങ്ങൾക്ക് നോട്ടീസ് അടിക്കുമ്പോഴൊക്കെ നമ്മൾ അന്ന് എഴുതും NB. ഇവിടെ എഴുതിയിട്ടുണ്ടോന്ന് അറിയില്ല, അത് കർണാടക, നമ്മളോട് കൊണ്ടുമില്ല. അപ്പൊ NB എഴുതും. എന്നിട്ട് അതിന്റെ ചോട്ടിൽ എന്താ? സ്ത്രീകൾക്ക് ഇരിക്കാൻ പ്രത്യേക സൗകര്യം ഉണ്ടാവും എഴുതും. അപ്പൊ എല്ലാരും വിചാരിക്കും നമുക്ക് ഇവിടെ ഈ കസേര, അപ്പൊ പെണ്ണുങ്ങൾക്ക് എയർ കണ്ടീഷനിലാവും ഇരിക്കണ്ടാകുക, പ്രത്യേക സൗകര്യം പറഞ്ഞതാകുമല്ലോ. ഒന്നും ഉണ്ടാവില്ല. ഒരു പായ വിരിച്ചു കൊടുത്തിട്ടുണ്ടാവും നിലത്ത് പായ. ഈ പാവങ്ങൾ ആ പായയിൽ നേരം മുഴുക്കോളം ഇരുന്ന്, തണുപ്പാണെങ്കിൽ തണുപ്പ്, മഞ്ഞാണെങ്കിൽ മഞ്ഞ്, കാറ്റാണെങ്കിൽ കാറ്റ് കൊണ്ട് അവിറ്റങ്ങൾ 2 മണി വരെ 3 മണി വരെ കേൾക്കും വയല്. ഞാൻ കൊട്ടകല് ഒരിക്കൽ വാതിനി എന്നപ്പോ കടുത്ത തണുപ്പ,
എനിക്കാണെങ്കിൽ ചൂട് എത്ര കൊണ്ടാലും കുഴപ്പമില്ല, തണുപ്പ് എന്നെ കൊണ്ട് യേശില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നെ സൗദിയിലേക്ക് ഒരു പ്രസംഗത്തിന് വിളിച്ച് പറഞ്ഞു, അവിടെ എന്താ അവസ്ഥ വെച്ചു. ദമാമൻ തന്നെ വിളിച്ചു പറഞ്ഞു -6 പറഞ്ഞു. എന്നാൽ നിങ്ങൾ തന്നെ മതി, ഞാനിപ്പോൾ കണ്ട് വരുന്നില്ല, താക്കത്ത് താങ്ങൂല. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊരു മാർച്ച് മാസത്തിൽ നോക്കാം, അപ്പോൾ ഈ തണുപ്പൊക്കെ ഒന്ന് പോകും, അവിടെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കൊടകിൽ ഒരിക്കൽ ഞാൻ ഇവിടെ കൊടകിലേക്ക് പോകുമ്പോൾ അപ്പോൾ വിളിച്ചു ചോദിക്കാറുണ്ട്, അവിടെ എങ്ങനെയുണ്ട് അവിടെ തണുപ്പ് എന്ന് ചോദിക്കും. അപ്പോൾ ആൾക്കാർ പറയും ഉസ്താദ് ഇവിടെ കുറച്ചുണ്ട്. അപ്പോൾ ഒരു കോട്ടോ വല്ല ഷൂവോ ഷോക്സോ ഒക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ട് തയ്യാറെടുപ്പില്ല പോക്ക്. ഒരിക്കൽ വിളിച്ചു ചോദിക്കാൻ മറന്നു, അവരിന്നോട് പറയാനും പറഞ്ഞു, ഞാൻ ചോദിക്കാനും വന്നു. ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര തണുപ്പ്, ഭയന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കിടന്ന് വിറക്കുക. അങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയിൽ സുബ്ഹാനല്ലാഹ് പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കൂട്ട നിലോളി. ഭയന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നിലോളി. എന്താണെന്നറിയോ? തണുപ്പിന്റെ ശക്തി കൊണ്ടൊരു പെണ്ണുങ്ങളും തലകറങ്ങി വീണിട്ട് മൂക്കുന്ന് ചോര വരുന്നു. ആ പെണ്ണുങ്ങളെ എടുത്തിട്ട് എല്ലാവരും ആശുപത്രിയിലേക്ക് ഓടാൻ നിൽക്കുമ്പോ പെണ്ണ് പറയണത് എന്താണെന്നറിയോ? എനിക്ക് ഉസ്താദിന്റെ വാത് കേൾക്കണം, കൊണ്ടോണ്ടാ, ഞാൻ ഇവിടെ കിടന്നും മരിച്ചാലും വേണ്ടില്ല. റബ്ബേ, അങ്ങനത്തെ മുഖ്ലിസീങ്ങളായ പെണ്ണുങ്ങളാണ് ദീനിനെ സംരക്ഷിക്കുന്നവര്. അവർക്കൊക്കെ നീ സ്വർഗം നൽകണം റഹ്മാനേ. ഞങ്ങളുടെ ഭാര്യമാരെയും ഉമ്മമാരെയും ഞങ്ങളൊക്കെ യഥാർത്ഥ ഇൽമിനെ മഹബത്ത് വെക്കുന്നവരും ഹബീബായ തങ്ങളെ പ്രിയം വെക്കുന്നവരും ഇൽമിന്റെ ഖാദിമീങ്ങളുമാക്കി മാറ്റണം റഹ്മാനേ എന്ന് ദുആരക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇൽമിനെ പ്രിയം വെച്ച് വന്നവരാണ്. നിങ്ങൾക്ക് ഇന്ന് ഈ മജ്‌ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും മേടിക്കണം, ആണുങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾക്കുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറേ നേരമായാലും നിങ്ങളിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2-2.5 മണിക്കൂറായില്ല. അപ്പോൾ ഇരുന്നിട്ട് ഇപ്പോൾ കാല് കടഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോൾ നിന്നിട്ട് കാല് കടഞ്ഞു, നിങ്ങൾ ഇരുന്നിട്ട് കാല് കടഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു മിനിറ്റ് നിങ്ങൾ ആ കസേരയിൽ നിന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് എൻ്റെ ഈ മജ്‌ലിസിൻ്റെ മുന്നിലേക്കൊന്ന് എല്ലാവരും ഒന്ന് കടന്നു വരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നും കൂടെ കടന്നു പോരെ, ഒരു മിനിറ്റ് എല്ലാവരും ആ കസേര ഒന്ന് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോരെ. മോനെ, ആ റോട്ടിൽ നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ ഖാദിമീങ്ങളും ഈ മജ്‌ലിസിലേക്കൊന്ന് കടന്നു വരണം. ഉമ്മമാരിപ്പോൾ തൽക്കാലം അവിടെ ഇരുന്നാൽ മതി, ഞാൻ പറയുമ്പോൾ ഒന്ന് നിൽക്കേണ്ട. ഒരു റോട്ടിൽ നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ ഖാദിമീങ്ങളും ഈ മജ്‌ലിസിലേക്ക് ഒരു നിമിഷം ഒന്ന് കടന്നു വരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുന്നോട്ട് പോരെ, മുന്നോട്ട് പോരെ. ലൈവ് അവിടെ ക്യാമറ ഇരുന്നോട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് കടന്നു. ക്യാമറയുടെ പിന്നിൽ നിൽക്കണം നിയമല്ല. ക്യാമറ അത് നമുക്ക് നേരത്തെ അറിയാൻ വേണ്ടി വെച്ചതാണ്. ബിസ്മില്ലാ, അങ്ങോട്ട് കടന്നോളി. ക്യാമറ നടുവിൽ നിന്നോട്ടെ. നിങ്ങളതിൻ്റെ ഇവിടെയൊക്കെ വന്നു എല്ലാവരും കൂടെ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കബൂൽ ചെയ്ത് സ്വീകരിക്കട്ടെ. ആമീൻ. ഈ നാട് അല്ലാഹു തആല ഇൽമിൻ്റെ നാടാക്കട്ടെ. ആമീൻ. ഈ നാട് മാത്രമല്ല, കർണാടകയിലും കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തുള്ള എല്ലാ നാടുകളിലും അല്ലാഹു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം അല്ലാഹുവേ ലോകം മുഴുവൻ നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ എല്ലാവരെയും നീ ഖബൂലാക്കണം റഹ്മാനെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ നീ യോജിപ്പിലാക്കണം റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇനി ദുനിയാവിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഒരാഗ്രഹമുള്ളൂ, വീടുണ്ടാക്കലാണ്. അത് എന്തായാലും ഉണ്ടാവും. കടം വീടലാണ്. അല്ലാഹു തആല വീട്ടി തരട്ടെ. ആമീൻ. അതൊരാഗ്രഹം തന്നെയാണ്. കടം വീടേണ്ടതാണ്. ഒരുപാട് ആളുകൂടെ വന്നപ്പോൾ കടം വീടണം എന്ന് പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദ്വാരക്കും. വേറെ എന്തുണ്ടായാലും പേടിയില്ല, കടം വല്ലാതെ പേടിക്കണം. എന്തേന്നറിയോ? നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു മയ്യത്ത് കൊണ്ടെന്നാൽ സ്വഹാബത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കും, ഇയാള് കള്ളുടിച്ചോ എന്ന് ചോദിക്കില്ല, ഇയാള് പെണ്ണ് പിടിച്ചിരുന്നോ എന്ന് ചോദിക്കില്ല, ഇയാള് വേറെ വല്ല കുത്തിച്ചിരിപ്പ് ഉണ്ടാക്കണ ഗൈബത്തിന് നിയമത്തുകാരനാണോ? ചോദ്യമില്ല. അതൊക്കെ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കാം, പുറത്തു കൊടുക്കാതിരിക്കാം, രണ്ടിനും സാധ്യതയുണ്ട്. ഒറ്റ ചോദ്യം നബി തങ്ങൾ ചോദിക്കുള്ളൂ, ഇയാള് ആർക്കെങ്കിലും കടബാധ്യത കൊടുത്തു വീട്ടാനുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മയ്യത്തിന്റെ മോളിൽ നബി തങ്ങൾ ഇമാമായി നിസ്കരിച്ചിട്ടില്ല, സഹാബത്താണ് നിസ്കരിക്കാറ്. അല്ലാഹുവിന്റെ റസൂൽ അത്ര പേടിച്ചിരുന്ന കാര്യമാണ് കടം. സുബഹി നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ദ്വാരക്കുന്ന ഒരു ദുആയുണ്ട്. അത് എപ്പോഴും നിങ്ങൾ ദ്വാരക്കണം, എപ്പോഴും ദ്വാരക്കണം, എപ്പോഴും ദ്വാരക്കണം. എന്താണ് ആ ദുആ?
اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. കടം അധികരിക്കുന്നതിനെ തൊട്ട് റബ്ബിനോട് കാവൽ ചോദിക്കണം. കടക്കാരായി അല്ലാഹു നമ്മളെ ആരെയും മൗത്താക്കാതിരിക്കട്ടെ. ആമീൻ. കേട്ടോ, കടങ്ങളൊക്കെ കൊടുത്തു വിട്ടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമുക്ക് ഈ ദുനിയാവിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ ഇനി ഇപ്പൊ കിട്ടേണ്ടതൊക്കെ കിട്ടി. ഒന്നാമത്തെ കിട്ടൽ എന്തായിരുന്നു? മുസ്ലിം ആവുക, ഈമാൻ ഉണ്ടാവുക. അതിപ്പോ നമ്മുടെ കയ്യിലുണ്ട്, നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ മതി. മൂന്നാമത്തെ ഒരു കിട്ടലുണ്ട്, അതാണ് ഏറ്റവും വലിയ കിട്ടൽ. അതെന്താ? മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. മഹാന്മാര് മരിച്ച പോലെ മരിക്കണം നമുക്ക്. സ്വാലിഹീങ്ങൾ മരിച്ച പോലെ മരിക്കണം നമുക്ക്. അതാണ് നമ്മുടെ ദുനിയാവിലെ ഏറ്റവും വലിയ ഇങ്ങത്തെ ആഗ്രഹം. വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു കത്തിക്കഴിഞ്ഞു. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹ്. ആരെങ്കിലും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നായാൽ അവൻ സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതിനെന്താ വേണ്ടത്? അതിനുള്ളൊരു ഉത്തരമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നിസ്കരിക്കണം, നോമ്പ് നോക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കുത്തിത്തിരിപ്പുണ്ടാക്കരുത്, കൊലപാതകം നടത്തരുത്, പലിശ മേടിക്കണ്ട, ഇതൊന്നും ചെയ്യണ്ട. ഇതൊന്നും ചെയ്തില്ലെങ്കിലും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുവോ? ഉറപ്പ് പറയാൻ പറ്റില്ല. ഉറപ്പ് വരാൻ പറ്റില്ല. അവസാനം കിട്ടണമെങ്കിൽ അള്ളാഹു കൊടുക്കണത്. എന്നാൽ മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചു, ഒരാള് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമ്പോ സ്വർഗം കണ്ടു മരിക്കും, മുത്തുനബിനെ കണ്ടു മരിക്കും. ആ ഒരു ദറജയിലെത്തി എന്നതിന്റെ തെളിവ് കിട്ടാൻ മഹാന്മാര് പറഞ്ഞതെന്താണെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? നബി തങ്ങളെ സ്വപ്നം കാണാൻ ഒരു മുഅ്മിനിന്റെ ഖൽബിനല്ലാതെ പറ്റൂല. ശൈത്താൻ നബി തങ്ങളുടെ കോലത്തിൽ വരില്ല. അതുകൊണ്ട് നബി തങ്ങളെ കണ്ടാൽ നബി തങ്ങൾ തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ മുഅ്മിനല്ലാതെ മരിക്കൂല. അത് കാണാൻ എന്താ ചെയ്യേണ്ടത് ഉസ്താദേ? നിസ്കരിച്ചിട്ടും കാണണില്ല, മറ്റെന്ത് ചെയ്തിട്ടും കാണലില്ല. എന്നാ കാണാനുള്ള മരുന്നെന്താണ്? ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നവൻ അക്തറുഹും അലയ്യ സലാത്ത, എന്റെ മേലിൽ ഏറ്റവും അധികം സലാത്ത് ചൊല്ലിയവനാണെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനുള്ള ഏക മരുന്ന് സലാത്താണ്. ആ സലാത്തിന്റെ രാജാവാണ് സലാത്തു താജ്. ഞാനിവിടെ ദ്വാരക്കുമ്പോൾ അത് ചൊല്ലിയിട്ടാണ് ദ്വാരുന്നത്. പിരിഞ്ഞു പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ അത് തരികയാണ്. എനിക്ക് 38 കൊല്ലം മുമ്പ് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങള് ഇജാസത്തോടെ തന്നേൽപ്പിച്ച മുത്താണ് സലാത്തു താജ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ എന്റെ കയ്യുന്നത് വാങ്ങി ഇജാസത്തോടെ ചൊല്ലി വരുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി എല്ലാ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഞാൻ മുടങ്ങാതെ നിന്റെ ഹൽക്ക നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ എത്രയോ വട്ടം ചൊല്ലുന്നുണ്ട്. മുടങ്ങിയിട്ടില്ല, ഇതുവരെ മുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും അത് മുടങ്ങാതെ ചൊല്ലണം പ്രിയപ്പെട്ടവരെ. അതിനു വേണ്ടിയാ നിങ്ങളെ വിളിക്കത്. അത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ദ്വാരം തരും, ഇജാദത്തും തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഒരു ഫാത്തിഹ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് വിളിച്ചിട്ട് അത് നിങ്ങളുടെ കയ്യിൽ ഞാൻ തരും. അതിനപ്പം നിങ്ങളെ വിളിച്ചത്. അതോടൊപ്പം നമുക്ക് ആ പള്ളിയിൽ ദർശനം. നിങ്ങളൊക്കെ മരിച്ചാ ഞാനും മരിച്ച ഒരു മുത്തഅല്ലിം അവൻ പിന്നെ മൗലിയാരാകും, ആലിമാകും, പണ്ഡിതനാകും, ഇതുപോലെ വാദനാകും. അപ്പൊ ഞാൻ എൻ്റെ ആ കബറിൽ കിടക്കണ എനിക്ക് ചെലവ് തന്ന വല്യമ്മയും വല്യാപ്പിയും ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ടോ? കർണാടകയിൽ നിന്ന് ഇങ്ങനെ പാതിരാത്രി 11 മണിക്ക് ഒരു ദുആ അവരെ കബറിൽ കിട്ടുമെന്ന്. നിന്റെ പോട്ടെ, നിങ്ങൾ എത്ര നല്ല മോമിനിങ്ങൾ ഇതിലുണ്ട്. ആമീൻ പറഞ്ഞപ്പോ ഒരാളുടെ ദുആയെങ്കിലും അല്ലാഹു കബൂലാക്കാതിരുന്നിട്ടുണ്ടാകുമോ? 40 മുസ്ലിമീങ്ങൾ ഒരു മജ്ലിസിലുണ്ടായാൽ അവിടെ ഒലിയുണ്ട് എന്നാ പറയുന്നത്. ഇവിടെ ഇപ്പൊ എത്ര ആളുണ്ട്? 40 ഉള്ളൂ. എത്രയേ 100 എത്രയോ നല്ലൊരു നമ്മുടെ മജ്ലിസിലുണ്ട്, ഉറപ്പാണ്. അത് ആരാണെന്ന് അള്ളാഹ്ക്ക് തന്നെ അറിയുള്ളൂ. അപ്പൊ അവരുടെ ഖബറിലേക്ക് ഇപ്പൊ കിട്ടിയത് കണ്ടോ? അവരെന്ത് ചെയ്ത്? ചോറ് തന്നു, എനിക്ക് പൈസയും തന്നിട്ടുണ്ട്, ഡ്രസ്സും